മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചന്ദ്രനെ കുറിച്ച് പഠിച്ചു. ഇനി ചന്ദ്രൻ ഓരോ രാശിയിലും ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലം, ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട, അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ ഓരോ രാശി അല്ലെങ്കിൽ ലഗ്നം. ഇനി പഠിക്കേണ്ടത് ചന്ദ്രൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലം. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ശകലം എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചിട്ട് നമ്മളങ്ങ് മാറി. അതായത് ഇത് പറയുന്നത് സൗരശാസ്ത്രത്തിന്റെ 18ാമത്തെ അധ്യായത്തില് 4ാമത്തെ പ്രമാണം മുതൽ 4, 5 രണ്ട് പ്രമാണമാണ് വരുന്നത്. 2 പ്രമാണമാണെങ്കിലും ഇത് വലുതാണ്. 4, 5 അതാണ് പറയുന്നത്. അതിൽ പറയുന്നത് ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലം 2, 3, 4, 5 അങ്ങനെ ഓരോ ഭാവത്തിനും ചന്ദ്രൻ നിന്നാലുള്ള ഫലം. അതില് പ്രമാണം പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് കഴിവെന്നുള്ളവർ പഠിക്കുക. പക്ഷെ പ്രമാണത്തിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. ആദ്യം ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലം, അത് വളരെ ശ്രദ്ധിക്കണം. സൂര്യൻ ലഗ്നത്താൽ നിന്നുള്ള ഫലം നമ്മൾ പഠിച്ചു. ശൂര സ്തപ്ത വികലനയനോ നിർക്കൃണോ അർക്കതനുസ്തേ മേഷേ സസ്വ തിമിരനയന സിംഹസംസ്ഥേ നിശാന്ത എന്നൊക്കെ പഠിച്ചു. ഇനി ചന്ദ്രൻ മൂക ഉന്മത്ത ജള അന്ത നീജ ബദിര പ്രേക്ഷ്യ ശശാങ്കോദയെ. ശശാങ്കൻ ഉദയത്തിൽ നിന്നാൽ, ഉദയം എന്ന് പറയുന്നത് ലഗ്നം എന്ന് അർത്ഥം. സാധാരണയായിട്ട് ലഗ്നത്തിന് ഉദയ ലഗ്നം എന്ന് പറയാറുണ്ട്. നമ്മൾ എല്ലായിടത്തും പറയും ഉദയലഗ്നം. ഉദയലഗ്നം എന്ന് വെച്ചാൽ അപ്പോൾ ഉദിക്കുന്ന രാശി. ഈസ്റ്റേൺ ഹൊറൈസണില് അപ്പോൾ ഉദിക്കുന്ന രാശി, അതാണ് ഉദയലഗ്നം എന്ന് പറയുന്നത്. ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാൽ മൂക ഉന്മത്ത ജള അന്ത നീര ബദിര പ്രേക്ഷ്യ, ഇത് ഒന്നും തൊടാൻ കൊള്ളുന്ന വാക്കുകൾ. മൂകത, ഉന്മാദാവസ്ഥ, ഉന്മാദം എന്ന് പറഞ്ഞാൽ വട്ടുപിടിച്ച അവസ്ഥ, ഉന്മാദം. ജളം എന്ന് വെച്ചാൽ ചടഞ്ഞിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അന്ത, ഒന്നും കാണാത്ത അവസ്ഥ. നീചത്വം. ബദിര, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രേക്ഷ്യ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അടിമപ്പണി ചെയ്യുക. മൂക ഉന്മത്ത ജള അന്ത നീച ബദിര പ്രേക്ഷ്യ ശശാങ്കോദയെ. ശശാങ്കൻ ഉദയത്തിൽ നിന്നാലുള്ള ഫലമാണ്. ശശാങ്കൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഉദയത്തിൽ നിന്നാൽ വരുന്ന, ഉദയം അല്ലെങ്കിൽ ലഗ്നത്തിൽ നിന്നാൽ വരുന്ന ഫലമാണ് ഇവിടെ പറയുന്നത്. ശശാങ്കോദയെ. മൂകത, മൂകൻ, ഉന്മത്തൻ, ജളൻ, അന്ധൻ, നീചൻ, ബദിരൻ, പ്രേക്ഷ്യൻ. ബദിരൻ എന്ന് പറഞ്ഞാൽ ചെവി കേട്ടുകൂടാത്തത്. നീചൻ എന്ന് പറഞ്ഞാൽ നീചപ്രവർത്തി. അന്ധൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാത്ത. ജള എന്ന് പറഞ്ഞാൽ ജള എന്ന് നമ്മൾ സാധാ ഉദ്ദേശിക്കുന്നത് ഒരു ദുർനീരൊക്കെ പിടിച്ച് ചടഞ്ഞിരിക്കുക. ഉന്മാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടുപിടിച്ച അവസ്ഥ. മൂകത എന്ന് വെച്ചാൽ എന്തോന്ന്, മടയൻ എന്ന് പറയാം, മൂടൻ, അറിവില്ലാത്തവൻ എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ഉള്ള ഫലം പറയാമെന്നാണ് പറയുന്നത്. പക്ഷേ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ വരുമോ? നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ? ഒരു ജാതകം കിട്ടിയാൽ എഴുതി വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ കണ്ട് ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ജാതകങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ ഇടയിലുണ്ട്. ഹലോ, പറയുന്നത് കേൾക്കാമോ? കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ അടുത്ത എഴുതിയിരിക്കുന്നതും കൂടി നോക്കണം. അതും കൂടി നോക്കിയിട്ട് തീരുമാനം എടുക്കാവൂ. സ്വർഷ അജോ ഉച്ചഗതേ ധനി ബഹുസുത സസ്വ. സ്വർഷ
സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ അജോ സ്വക്ഷേത്രത്തിലോ മേടത്തിലോ ഉച്ചത്തിലോ ചന്ദ്രൻ സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർക്കടകം. കർക്കടകം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ധനവാനായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ദോഷഫലങ്ങളൊന്നും പറയണ്ട. അവിടെ വ്യത്യാസപ്പെടുത്തി പറയാണ്. ചന്ദ്രൻ സ്വക്ഷേത്രം കർക്കടക ലഗ്നവും ലഗ്നത്തിലെ ചന്ദ്രനും വന്നാൽ ധനവാനായിരിക്കുന്നു. മേട ലഗ്നവും ലഗ്നത്തിലെ ചന്ദ്രനും വന്നാൽ ബഹുസുത, ഇഷ്ടം പോലെ സന്താനങ്ങൾ ഉണ്ടാവും. സന്താന നേട്ടം പറയാം എന്നർത്ഥം. സന്താനങ്ങൾക്ക് ഉയർച്ച, ഇഷ്ടം പോലെ സന്താനങ്ങൾ ഉണ്ടാവുക. ഉച്ചഗതേ, ഉച്ചം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ഉച്ചം വരുന്നത് ഇടവം. ഇടവത്തിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ബഹുസുത സസ്വ ധനം. അപ്പോൾ ഇടവത്തിലോ കർക്കടകത്തിലോ, ഇടവം കർക്കടകം സ്വക്ഷേത്രം ഉച്ചം രണ്ട് രാശിയിലും ചന്ദ്രൻ വന്ന് അത് ലഗ്നമായി വരിക. ഇടവ ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ, കർക്കടക ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രനായിരുന്നാൽ ധനവാനായിരിക്കുന്നതാണ്. എങ്കിൽ ഇപ്പൊ പറഞ്ഞ ദോഷഫലം പറയണ്ട. ഇപ്പോൾ പറഞ്ഞ ദോഷഫലം പറയണ്ട. ഇനി മേടത്തിൽ ചന്ദ്രൻ വന്ന് അവിടെ ലഗ്നമായിട്ട് വന്നാൽ ബഹുസുത, സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും എന്നാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച. ഈ മൂന്ന് രാശിയും എടുത്ത് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ പറഞ്ഞില്ല. അപ്പോൾ മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ബഹുസുത, സന്താനങ്ങൾക്ക് നേട്ടം ഉണ്ടാവുമെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഇഷ്ടംപോലെ സന്താനം ഉണ്ടാവുക. ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ സന്താനം ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടം വരണം. അപ്പോൾ സന്താന നേട്ടമേ പറയാൻ പറ്റൂ. ഇടവമോ കർക്കടകമോ ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ധനനേട്ടം പറയാം. ബാക്കി മിഥുനം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം ഈ രാശിക്കൊന്നും പറഞ്ഞില്ല. അതിനെ എങ്ങനെ എടുക്കാം? ആർക്കെങ്കിലും പറയാമോ? ഈ മൂന്ന് രാശിയും എടുത്ത് പറഞ്ഞിട്ട് അങ്ങ് ആചാര്യൻ വീട്ടിൽ പോയി. ഇതുപോലെയാണ് നമ്മുടെ സൂര്യന് പഠിച്ചത്. ഇങ്ങനെയാണ്. ശൂരസ്തപ്ത വികലനയനോ നിർക്കൃണോ അർക്കതനുസ്തേ. മേഷത്തിനും സൂര്യന് മേടത്തിന് പറഞ്ഞു മേടം ഉച്ചം, ചിങ്ങത്തിന് പറഞ്ഞു ചിങ്ങം സ്വക്ഷേത്രം, കർക്കടകത്തിന് പറഞ്ഞു, പിന്നെ നീചത്തിനും പറഞ്ഞു. ബാക്കിയുള്ളതൊന്നും പറഞ്ഞില്ല. 4 രാശിക്ക് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ പറയാതെ പോയി. അങ്ങനെ പറയാതെ പോയതിന്റെ കാര്യം എന്താണ്? ഇവിടെ 3 രാശിക്ക് പറയുന്നുണ്ട്. സ്വക്ഷേത്രവും ലഗ്നമായി വന്ന് അവിടെ ചന്ദ്രൻ വന്നാൽ ധനം, ഉച്ചം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ധനനേട്ടം, മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ സന്താന നേട്ടം. ബാക്കിയുള്ളതൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക. പെട്ടെന്ന് പറയണം. മുൻ ക്ലാസ്സുകളിൽ ഇരുന്ന് ആൾക്കാരുണ്ടാവും. അതായത് കർക്കടകം സ്വക്ഷേത്രം. അപ്പോൾ സ്വക്ഷേത്രമായിട്ട് ലഗ്നം വന്ന് അവിടെ ചന്ദ്രൻ വന്നാൽ കുഴപ്പമില്ല. ഉച്ചം വന്നാലും കുഴപ്പമില്ല. മേടത്തിന് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? മേടം ബന്ധുക്ഷേത്രം എന്നർത്ഥം. ചന്ദ്രന്റെ ബന്ധുക്ഷേത്രമാണ് മേടം. അപ്പോൾ മേടത്തിന് പറഞ്ഞതുപോലെ മറ്റ് ബന്ധുക്ഷേത്രത്തിനും പറയാം എന്നർത്ഥം. മേടത്തിന് പറഞ്ഞതുപോലെ മറ്റ് ബന്ധുക്ഷേത്രം എന്ന് വെച്ചാൽ വ്യാഴം ചന്ദ്രന്റെ ബന്ധുവാണ്. ധനുവിനും മീനത്തിനും ഒക്കെ പറയാം. വൃശ്ചികത്തിന് പറയാൻ പറ്റൂല. കാരണം വൃശ്ചികത്തിൽ നീചം. വൃശ്ചികം ബന്ധുക്ഷേത്രമാണെങ്കിലും വൃശ്ചികം നീചമാണ്. ബാക്കിയുള്ളതൊക്കെ ചന്ദ്രന് സമക്ഷേത്രങ്ങളാണ്. അതാണ് 3 രാശി പറഞ്ഞിട്ട് ബാക്കി രാശിയെ നമ്മൾ ചിന്തിച്ചെടുത്തോളണമെന്ന് അർത്ഥം. അപ്പൊ മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ബഹുസുത, ഇടവം ലഗ്നമായി ചന്ദ്രൻ അവിടെ വരികയോ കർക്കടകം ലഗ്നമായി ചന്ദ്രൻ അവിടെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ധനനേട്ടം. ബാക്കി ധനുവിനും മീനത്തിനും മേടത്തിന് പറഞ്ഞതുപോലെ പറയുക. കാരണം മേടം എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശി. ചൊവ്വ ചന്ദ്രന്റെ ബന്ധു. അതുപോലെ പറഞ്ഞേക്കാം. അവിടെ ലഗ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് വന്നു കഴിഞ്ഞാൽ ഈ മൂക, ഉന്മത്ത, ജള, അന്ധ, നീച ഇതിന്റെയൊക്കെ ഒരു ചെറിയൊരു സ്വഭാവം ഉണ്ടാവും. വൃശ്ചികം വന്നു കഴിഞ്ഞാൽ വളരെ ദോഷം. വൃശ്ചികം നീചരാശിയാണ്, ചന്ദ്രന്റെ നീചരാശി. അപ്പോൾ വളരെ ദോഷം. വൃശ്ചികവും
മകരം കുംഭമൊക്കെ വന്നു കഴിഞ്ഞാൽ ശനിയുടെ രാശിയും വൃശ്ചികൻ രാശിയൊക്കെ വളരെ ദോഷഫലം കിട്ടും. അവിടെ മാത്രമേ ചന്ദ്രന് തീരെ ബലമില്ലാതെ ചന്ദ്രന് പക്ഷബലമില്ലാതെ പാപദൃഷ്ടികളോടുകൂടി ഇങ്ങനെ വന്നാൽ മാത്രമേ ഇത് പറയാവൂ, അല്ലാതെ പറയരുത്. അത് പറയാനാണ്. അല്ല, നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകം ഇഷ്ടം പോലെ വരും, അവർക്കൊന്നും ഈ ഫലം പറഞ്ഞാൽ ഫലിക്കില്ല. ചന്ദ്രന് തീരെ ബലമില്ലാതെയോ, ബലം എന്ന് വെച്ചാൽ പക്ഷബലം, പാപബന്ധത്തോടു കൂടിയോ, പാപന്റെ യോഗമോ ദൃഷ്ടിയോടുകൂടിയോ, അല്ലെങ്കിൽ ചന്ദ്രൻ ശത്രുക്ഷേത്രമായിട്ട് വരികയോ ചെയ്ത് അത് ലഗ്നമായാൽ ഈ ഫലം പറയാം. മൂക ഉന്മത്ത ജള അന്ധ നീച ബദിര പ്രേക്ഷ്യ ശശാങ്കോദയ. മൂകത, ഉന്മാദാവസ്ഥ, ചടഞ്ഞിരിക്കുക, കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥ, ചെവി കേട്ടുകൂടാത്ത അവസ്ഥ, മറ്റുള്ളവർക്ക് ദാസപ്പണി ചെയ്യുക, ഇങ്ങനെയുള്ള ജോലി, ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ഉണ്ടാകും. ഇതാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നാൽ മേടമോ ഇടവമോ കർക്കടകമോ ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ധനനേട്ടം ഉണ്ടാകും. മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. ബാക്കി ചന്ദ്രന്റെ ബന്ധുക്ഷേത്രമായ ധനു മീനം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ മേടത്തിന് പറഞ്ഞതുപോലെ പറയണം. വൃശ്ചികം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ വളരെ ദോഷഫലം തന്നെ പറയണം. ഈ മൂക ഉന്മത്തൊക്കെ പറയാം. ചന്ദ്രന് ബലമില്ലാതെയും പക്ഷബലമില്ലാതെയും പാപയോഗ ദൃഷ്ടിയോടുകൂടിയും വന്ന് അത് ലഗ്നമായി വന്നു കഴിഞ്ഞാൽ ഈ മൂക ഉന്മാദ അവസ്ഥ പറയാം. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സാർ. ഇനി അടുത്തത്, ഇനി നോട്ട് എഴുതുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. രണ്ടാമത് പറയുന്നത് കുടുംബി ധനെ. ചന്ദ്രൻ 2-ൽ വന്നാൽ ഇഷ്ടം പോലെ അംഗസംഖ്യയുള്ള കുടുംബത്തിലെ ഒരു അംഗമായിരിക്കും. നല്ല കുടുംബ പശ്ചാത്തലം നന്നായിരിക്കും, മുൻ കുടുംബ പശ്ചാത്തലം നന്നായിരിക്കും. കുടുംബി ധനെ. ധനെ എന്ന് വെച്ചാൽ ധനഭാവം എന്ന് പറഞ്ഞാൽ 2-ാം ഭാവം. 1-ാം ഭാവത്തിന് ലഗ്നം എന്ന് പറയും, 2-ാം ഭാവത്തിന് ധനഭാവം എന്നാണ് അറിയുന്നത്. ധനഭാവം. കുടുംബി വലിയ കുടുംബത്തിലെ, വലിയ അംഗങ്ങളുള്ള വലിയ കുടുംബത്തിലെ അംഗമായിരിക്കും. എന്ന് പറഞ്ഞാൽ കുടുംബ പശ്ചാത്തലം വലിയ കുടുംബ പശ്ചാത്തലമായിരിക്കും 2-ൽ ചന്ദ്രൻ വന്നാൽ. ഇവിടെയൊക്കെ ചന്ദ്രന് ബലവും കൂടെ വേണം. ചന്ദ്രന് ബലമില്ലെങ്കിൽ ഈ ഫലം കിട്ടൂല. അതെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നത് എപ്പോഴും ചന്ദ്രന് ബലം. ചന്ദ്രന്റെ ബലം നമ്മൾ നോക്കി, പക്ഷബലമാണ് ഏറ്റവും പ്രധാനം. ചന്ദ്രൻ ബലവാനായി 2-ൽ വന്നാൽ വലിയ കുടുംബത്തിലെ അംഗമായിരിക്കും. ബലമില്ലെങ്കിൽ അതിന് വിപരീതമായിട്ടേ വരുള്ളൂ. ഇനി ഹിംസ്രോ പ്രാർത്ഥൃഗതേ. പ്രാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ, 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥൃഗതേ, 3-ാം ഭാവം. പ്രാർത്ഥൃഗത എന്ന് പറഞ്ഞാൽ സഹോദര ഭാവം എന്നർത്ഥം. സഹോദര ഭാവത്തിൽ ചന്ദ്രൻ വന്നാൽ, സഹോദര ഭാവം അല്ലെങ്കിൽ സോദര ഭാവം എന്ന് പറയുന്നത് 3-ാം ഭാവം. 3-ാം ഭാവത്തിൽ ചന്ദ്രൻ വന്നാൽ ഹിംസാത്മകമായ സ്വഭാവം ഉണ്ടാവും. ആളുകളൊക്കെ ഉപദ്രവിക്കുന്നതും, കടുപിടാ സംസാരിക്കുക, ഉപദ്രവിക്കുന്നത്, ഹിംസാത്മകമായ പ്രവൃത്തികൾ ഉണ്ടാകും. നല്ലതല്ല. 3-ൽ ചന്ദ്രൻ വന്നാൽ ഹിംസാത്മകമായ പ്രവൃത്തികൾ ഉണ്ടാകും. അപ്പോൾ 2-ൽ ചന്ദ്രൻ വന്നാൽ വലിയ കുടുംബത്തിലെ അംഗമായിരിക്കും. 3-ൽ ചന്ദ്രൻ വന്നാൽ ഹിംസാത്മകമായ പ്രവൃത്തികൾ ചെയ്യാൻ ഇടവരും. ഇനി സുഖേ സതനയെ തത് പ്രോക്ത ഭാവാന്യതോ. നല്ല അർത്ഥവത്തായ ഒരു സെന്റൻസ് ആണ്. സുഖേ. സുഖേ എന്ന് പറഞ്ഞാൽ സുഖഭാവം. സുഖഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ആരെയും പറഞ്ഞു നോക്കണം. സുഖഭാവം 4. 1-ാം ഭാവത്തിന് തനു ഭാവം എന്ന് പറയും. തനു എന്ന് വെച്ചാൽ ശരീരം. 2 ധനഭാവം. 3 സോദരഭാവം, സഹോദരഭാവം. 4 മാതൃഭാവം എന്നും പറയും, സുഖഭാവം എന്നും പറയും. 5 തനയഭാവം, സന്താനഭാവം എന്ന് പറയും. അപ്പോൾ സുഖേ സ തനയെ. 4 സുഖേ എന്ന് പറഞ്ഞാൽ 4-ാം ഭാവം. തനയൻ എന്ന് വെച്ചാൽ സന്താനം, പുത്രഭാവം. 4-ാം ഭാവത്തിലോ 5-ാം ഭാവത്തിലോ ചന്ദ്രൻ വന്നാൽ എന്ന് അർത്ഥം എടുക്കണം. സുഖേ സ തനയെ 4-ലോ 5-ലോ വന്നാൽ തത് പ്രോക്ത ഭാവാനിതോ, ആ 4-ാം ഭാവം കൊണ്ടും
അഞ്ചാം ഭാവം കൊണ്ടും പറയേണ്ട നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാ ഗുണവും ഉണ്ടാവും എന്നർത്ഥം. 4ലും 5ലും നിന്നാൽ, 4ൽ നിന്നാൽ മാതാ, സുഹൃത്ത്, മാതുല ഭാഗിനേയോ, ക്ഷേത്രം, സുഖം, വാഹനം, ആസനം, ലാളിത്യം, അമ്പ, ശയനം, ചവൃത്തി, പശുവാദികം. ഈ ഗുണങ്ങളെല്ലാം, ഇതിന്റെ എല്ലാ നേട്ടങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. നല്ല വീടുണ്ടാകും, നല്ല വാഹനം ഉണ്ടാകും, മാതൃസുഖം കിട്ടും, മാതുലന് സുഖം കിട്ടും, പശു മൃഗാദികൾ പോലുള്ള മൃഗങ്ങളൊക്കെ കിട്ടേണ്ടി വരും. അതായത് വാഹനം എന്നർത്ഥം. വാഹനങ്ങളൊക്കെ ഉണ്ടാവും. കിടക്ക, ബെഡ്റൂം അഫയേഴ്സ് ഇതൊക്കെ നന്നായിരിക്കും. നല്ല സുഖലോലുപമായ ജീവിതമായിരിക്കും. ഇതൊക്കെ ഉണ്ടാവും. 4ൽ നിന്ന് കഴിഞ്ഞാൽ 4ാം ഭാവം കൊണ്ട് ഉള്ള എല്ലാ നന്മകളും ഉണ്ടാകും. 4ാം ഭാവത്തിന് പറയുന്ന കാര്യങ്ങളുടെയൊക്കെ നന്മകൾ ഉണ്ടാവും. മാതൃസുഖം, അമ്മാവന് സുഖം, സുഹൃത്ത് സുഖം, പിന്നെ വാഹന സുഖം, പശു, എരുമ, പോത്ത് പോലുള്ള മൃഗങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങള്, ആസനം, ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, വീട്, കട്ടില, കിടക്കുകൾ പോലുള്ള സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. 5 പറഞ്ഞു കഴിഞ്ഞാൽ 5ൽ ചന്ദ്രൻ വന്നാൽ 5ാം ഭാവം കൊണ്ടുള്ള നേട്ടങ്ങൾ വരും. സന്താന ഭാഗ്യം, 5ാം ഭാവം കൊണ്ട് പറയേണ്ടത് സന്താന ഭാവം എന്നാണ് പറയുന്നത്. സന്താന ഭാവം, മന്ത്രജപാദികളുടെ കൊണ്ടുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. പൂർവ്വ പുണ്യം പറയാം, സന്താന നേട്ടം പറയാം, മന്ത്രങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ പറയാം. മന്ത്ര സ്ഥാനമാണ് 5ാം ഭാവം. 5ാം ഭാവത്തിനെ കൊണ്ട് ലവ് അഫയേഴ്സ് പറയാം. സ്നേഹസമ്പന്നരായ ആൾക്കാരുണ്ടാവും എന്ന് പറയാം. സ്നേഹിക്കാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ 4ലും 5ലും ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ 4ാം ഭാവത്തിനും 5ാം ഭാവത്തിനും പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളുടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇവിടെയും ചന്ദ്രന് ബലം വേണം. ഇനി 6ൽ ചന്ദ്രൻ നിന്നാൽ നൈകകാരി, മൃദുകായ, വഗ്നി, മദന, തീഷ്ണ, അലസ, ചകാരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ലൈനാണ്. 6ൽ ചന്ദ്രൻ നിന്നാൽ അനേകം ശത്രുക്കൾ ഉണ്ടാകും. നല്ലതല്ല. നല്ല വിശപ്പുണ്ടാകും. നല്ല ഭക്ഷണപ്രിയരായിരിക്കും. എപ്പോഴും നല്ല വിശപ്പിന്റെ ആൾക്കാരായിരിക്കും. നല്ല തീഷ്ണത ഉണ്ടായിരിക്കും. അലസതയുള്ള ആൾക്കാരായിരിക്കും. ഇതാണ് പറയുന്നത്. മൃദുകായ വഗ്നി, ശരീരം സോഫ്റ്റ് ബോഡി ആയിരിക്കും. മൃദുകായം, കായം എന്ന് വെച്ചാൽ ശരീരം. മൃദുകായം, അതായത് അനേക ശത്രുക്കൾ ഉണ്ടാകും. ശരീരം മൃദുവായ ശരീരത്തിന് ഉടമയായിരിക്കും. നല്ല വിശപ്പുള്ള ആൾക്കാരായിരിക്കും. നല്ല തീഷ്ണതയുള്ള ആളായിരിക്കും. അലസതയുള്ളവരായിരിക്കും. ഒരുപാട് കാര്യം പറയണം. 6ൽ നിൽക്കുന്ന നല്ലതേ അല്ല. 6ൽ നിന്നാൽ അനേകം ശത്രുക്കളും ഉള്ളവരായിരിക്കും. ശരീരം, മൃദുവായ ശരീരം, അനേകം ശത്രുക്കള്, മൃദുവായ ശരീരം, തീഷ്ണതയുള്ളവര്, അലസതയുള്ളവര്, നല്ല വിശപ്പുള്ളവരും ആയിരിക്കും. ഇതാണ് 6ൽ നിന്നാൽ. അപ്പോൾ 1ൽ നിന്നാൽ നമ്മൾ പറഞ്ഞു. ലഗ്നത്തിൽ നിന്നാൽ ഒന്നുകൂടെ പറയാം. ഒരു അരിയിൽ ഇങ്ങനെ പഠിച്ചു വെക്കണം. ലഗ്നത്തിൽ നിന്നാൽ മൂകത, മൂകത എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ ഉള്ള അവസ്ഥ, ഉന്മാദം, വട്ടുപിടിച്ച അവസ്ഥ, ചടഞ്ഞിരിക്കുന്ന അവസ്ഥ, കണ്ണ് കണ്ടുകൂടാത്ത, ചെവി കേട്ടുകൂടാത്ത അവസ്ഥ, പിന്നെ മറ്റുള്ളവർക്ക് അടിമപ്പണി ചെയ്യുന്ന സ്വഭാവമൊക്കെ ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാൽ ഉണ്ടാവും. മേടത്തിൽ നിന്ന് കഴിഞ്ഞാൽ, മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ അനേകം സന്താനങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സന്താനത്തിന് ഉയർച്ച വരിക. ഇടവവും കർക്കടകവും ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ധനനേട്ടം ഉണ്ടാകും. ചന്ദ്രൻ മേടത്തിൽ പറഞ്ഞതുപോലുള്ള ഫലം ചന്ദ്രന്റെ ബന്ധുക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിനും പറയണം. വൃശ്ചികം ചന്ദ്രന്റെ നീചരാശി, അവിടെ ചന്ദ്രന് പറഞ്ഞ മോശഫലങ്ങൾ, ആദ്യം പറഞ്ഞ ദോഷഫലം പറയണം. ബാക്കിയുള്ള രാശികളിൽ ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ നല്ല ഫലം പറയാം. ബലമില്ല, പക്ഷബലം ഇല്ലാതെ നിൽക്കുന്ന ചന്ദ്രന് ദോഷഫലം പറയണം. പക്ഷബലവും ശുഭബന്ധത്തോടുകൂടി നിൽക്കുന്ന ചന്ദ്രന് നല്ല ഫലം പറയണം. ഇനി 2ൽ ചന്ദ്രൻ നിന്നാൽ വലിയ കുടുംബത്തിലെ അംഗമായിരിക്കും. പിന്നെ വേറെ എന്ത് പറയാൻ? 2ൽ ചന്ദ്രൻ നിന്നാൽ, ചന്ദ്രനെ കുറിച്ച് ആദ്യം പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ? ധനു, വൃത്തധനു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
തനു, വൃത്തതനു, ബഹുവാദകപ, പ്രാജ്ഞ, മൃദുവാക്ക് എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മൃദുവാക്ക്. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. സൗമ്യമായി സംസാരിക്കുന്നു. സൗമ്യമായി സംസാരിക്കുന്നവരായിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ സംസാരം അല്ലെങ്കിൽ വാക്കിന്റെ ഭാവം ഏതാണ്? രണ്ടാം ഭാവം. രണ്ടാം ഭാവം. അപ്പോൾ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ സൗമ്യമായ വാക്ക് പറയുന്നവരായിരിക്കും എന്ന് പറയാം. ഇവിടെ ചന്ദ്രന്റെ സ്വഭാവം സൗമ്യമായ വാക്കെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ആ ചന്ദ്രൻ എവിടെ നിന്നാൽ അത് കിട്ടുമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചെടുത്തുള്ളതാണ്. രണ്ടാം ഭാവം എന്ന് പറയുന്ന വാക്കിന്റെ ഭാവം. അപ്പൊ രണ്ടില് ചന്ദ്രൻ നിന്നാൽ നല്ല സൗമ്യമായ വാക്കുള്ളവരായിരിക്കും, നല്ല നോട്ടമുള്ളവരായിരിക്കും. രണ്ടിൽ നിന്നാൽ പറയാം. മൂന്നിൽ നിന്നാൽ ഹിംസാത്മകമായ പ്രവൃത്തി ഉണ്ടാകും. നാലിലും അഞ്ചിലും നിന്നാൽ നാലാം ഭാവവും അഞ്ചാം ഭാവവും കൊണ്ടുള്ള എല്ലാ നന്മകളും പറയാം. ആറിൽ നിന്നാൽ അനേകം ശത്രുക്കളുള്ളവരും വിശപ്പ് അനുഭവപ്പെടുന്നവരും മൃദുവായ ശരീരമുള്ളവരും തീഷ്ണതയുള്ളവരും അലസതയുള്ളവരുമായിരിക്കും. ഏഴിൽ നിന്നാൽ ഇനി 7 ഈർഷ്യ, തീവ്രമതോ മതേ, പെട്ടെന്ന് ദേഷ്യം വരിക, ഗർവ് പ്രകടിപ്പിക്കുക. നല്ല ഗർവ് ഉണ്ടാവും. ഈർഷ്യ, തീവ്രമതോ മതേ, ഗർവും ഇഷ്ടം പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ഗർവ് പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും 7 ചന്ദ്രൻ. അത് കൃത്യമാണ്. നല്ല ഗർവ്, ഈർഷ്യ എന്ന് വെച്ചാൽ ദേഷ്യവും ഗർവും ഉള്ളവരായിരിക്കും 7 ചന്ദ്രൻ നിന്ന്. ഇനി ബഹുമതി, വ്യാധിദശ അഷ്ടമേ, 8 നിന്നാൽ കുറച്ച് നന്മയും പറയുന്നുണ്ട്, കുറച്ച് തിന്മയും പറയുന്നുണ്ട്. നല്ല ബഹുമാനം നമുക്ക് കിട്ടും, മറ്റുള്ളവരിൽ നിന്നും ബഹുമതി കിട്ടുകയും അതോടൊപ്പം വ്യാധി ഇഷ്ടം പോലെ വ്യാധി, അസുഖത്തിന് ഉടമയാവും. മനസ്സിന് ഭയങ്കരമായ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു, ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. ശരീരപുഷ്ടി ചന്ദ്രനെ കൊണ്ട് പറയാമെന്ന് പഠിച്ചു. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. അതാണ് ആദ്യം പഠിച്ചത്. മനസ്തുഗുണവും പഠിച്ചു. ശരീരപുഷ്ടിയുടെ കാരകത്വവും ചന്ദ്രനും ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ വ്യാധി ദശ എന്ന് പറയുമ്പോൾ, വ്യാധി എന്ന് പറയുമ്പം ശരീരത്തിനും വ്യാധി വരാം, മനസ്സിനും വ്യാധി വരാം, അസുഖങ്ങൾ വരാം. പിന്നെ ചന്ദ്രൻ അഷ്ടമത്തിൽ പോയാൽ വേറെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നിട്ടില്ല. അപവാദം കേൾക്കാൻ ഇടവരും. ആ ചന്ദ്രന്റെ സമയമൊക്കെ വരുമ്പോൾ അപവാദം കേൾക്കാൻ ഇടവരും. അത് ചന്ദ്രന്റെ ഒരു പ്രത്യേകതയാണ്. ചന്ദ്രൻ 7, 8 നിന്നാൽ അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും. നമ്മൾ അറിഞ്ഞോ അറിയാതെ. അപവാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വാക്കിൽ തന്നെ വന്നു കഴിഞ്ഞു, നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞതായിരിക്കില്ല. അങ്ങനെയുള്ള അപവാദങ്ങൾ ഉണ്ടാകാൻ ഇടവരും. അപ്പോൾ 8 ചന്ദ്രൻ നിന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ബഹുമതി ഉണ്ടാകും, ബഹുമതി ലഭിക്കുന്നവരായിരിക്കും. വ്യാധി, മനസ്സിനും ശരീരത്തിനും വ്യാധികൾ ഉണ്ടാകാം. അപവാദം കേൾക്കാൻ ഇടവരും. 7 നിന്നാൽ പെട്ടെന്ന് ദേഷ്യം വരിക, ഈർഷ്യ, പെട്ടെന്ന് ദേഷ്യം വരിക, ഗർവ് പ്രകടിപ്പിക്കുക. 9 നിന്നാൽ സൗഭാഗ്യാത്മജ, മിത്ര, ബന്ധു, ധനഭാഗ്. ബന്ധു അതായത് സൗഭാഗ്യവും പുത്രനും മിത്രവും ഒക്കെ ഉണ്ടാവും എന്നർത്ഥം. 9 നിന്നാൽ നല്ല ഫലമാണ് പറയുന്നത്. സൗഭാഗ്യം, പുത്രൻ, മിത്രം, നല്ല ബന്ധുമിത്രാദികൾ ഉണ്ടാകും. പുത്രഭാഗ്യം ഉണ്ടാകും, ആ സൗഭാഗ്യം ഉണ്ടാകും. സൗഭാഗ്യം, പുത്രഭാഗ്യം, മിത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ബന്ധു, ധനഭാഗ്, ധർമ്മസ്ഥിതേ ശീതകവും. ഇനി ധനം 10 നിന്നാൽ സൗഭാഗ്യാത്മജ, ബന്ധു, മിത്ര, ധനഭാഗ്, ധർമ്മസ്ഥിതേ ശീതകവും. അപ്പോൾ സൗഭാഗ്യം ഉണ്ടാകും, മിത്രങ്ങൾ ഉണ്ടാകും, ബന്ധുക്കൾ ഉണ്ടാകും. ഇതൊക്കെയാണ് 9 നിന്നാൽ ഉണ്ടാകുന്നത്. ധർമ്മസ്ഥിതേ ശീതകവും. നിഷ്പത്തിം സമുപൈതി ധർമ്മ ധീ ശൗര്യയുധ കർമ്മകേ. കർമ്മഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല 10 ചന്ദ്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ധാരണാശക്തി ഉണ്ടാകും, നല്ല ശൗര്യമുള്ളവരായിരിക്കും. രണ്ടുമാണ് ഏറ്റവും പ്രധാനം. നല്ല ശൗര്യം ഉണ്ടാകും,
നല്ല ധാരണാശക്തി. 10 ചന്ദ്രൻ നിന്ന് കൊടുത്താൽ നല്ലതാണ്, വളരെ നന്മ ചെയ്യും, നല്ല ധാരണാശക്തി ഉണ്ടാകും. അതുപോലെ ശൗര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാമല്ലോ? ശൗര്യം എന്ന് വെച്ചാൽ എന്താണ്? ഹലോ, നമ്മളൊരു തന്റെ ഇടം അതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? എല്ലാത്തിനുമുള്ള കഴിവ്, എല്ലാത്തിനും ചാടി പുറപ്പെടാനുള്ള കഴിവും തന്റെ ഇടവും, എന്തും ഏറി ചെയ്യാനുള്ള കഴിവും തന്റെ ഇടവും. അത് 2, 10, 9, 10 നിന്നാൽ നല്ലത്. അത് മോശമായിട്ട് പറയുന്നത് ലഗ്നത്തിനും 3 പറയുന്നത് അത്ര നല്ല ഫലമല്ല. ധൈര്യമാണ്. ലഗ്നത്തിൽ നിന്നാലും നല്ല ഫലം വരുന്നില്ല, ബാക്കിയെല്ലാം നല്ല ഫലം തന്നെ വരുന്നത്. സൗഭാഗ്യ ബന്ധു ധനഭാക്ഷീതകവും ധാരണാശക്തിയും ശൗര്യവുമാണ് 10 നിന്നാൽ. പാവഗുണാന്വിതോ പകത് ശുദ്രോ ഖ്യാതോ പാവഗുണാന്വിതോ പവഗതേ. പവഗത എന്ന് വെച്ചാൽ 11 നിന്നാൽ ഖ്യാതോ ലോക പ്രശസ്തി ഉണ്ടാകുന്നതാണ്. 11 ചന്ദ്രൻ വന്നാൽ പ്രശസ്തി, നല്ല ഗുണത്തിന് ഉടമയായിരിക്കും, നല്ല ഗുണവാനായിരിക്കും, പ്രശസ്തി ഉണ്ടാകും, നല്ല ഗുണവാനും പ്രശസ്തി ഉണ്ടാകും. 12 നിന്നാൽ വെറും മോശം, ശുദ്രോ അംഗഹീനോ ഗയെ, അംഗഹീനം ഉണ്ടാകും, നികൃഷ്ടനായിരിക്കും എന്നാണ്. ശുദ്രോ എന്ന് പറഞ്ഞാൽ അർത്ഥം നികൃഷ്ട പ്രവൃത്തി. അപ്പോൾ ലഗ്നത്തിന് 1 12 വളരെ മോശ ഫലം പറയുന്നത്. നികൃഷ്ടനായിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ അംഗഹീനം ഉണ്ടാവാനും ഇടവരും. ചന്ദ്രന്റെ സമയം വരുമ്പോൾ അംഗഹീനം എന്ന് പറഞ്ഞാൽ വല്ല ഒടിവും മുറിവ് വന്നാലും മതി, അല്ലാതെ മൊണ്ടി മുടന്താന്നൊന്നും പറയാൻ പറ്റൂല. 12 നിന്നാൽ അംഗഹീനവും നികൃഷ്ടനുമായിരിക്കും. നികൃഷ്ടനും അംഗഹീനം 12 ചന്ദ്രൻ വരരുത്. ചന്ദ്രനും വ്യാഴവും ഒക്കെ 12 പോകരുത്. 12 പോകുന്നതാണ് ഏറ്റവും ദോഷം. ഇത്രയാണ് പറയുന്നത്. ഇപ്പോൾ 1 എന്ന് പറയണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണം. ഒരാൾ മാറി മാറി പറയണം, മറുപടി പറയണം. വേണം. അപ്പോൾ ആദ്യം ലഗ്നം ഒന്ന് ക്ലിയറാ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് ഇതിനെങ്ങനെ ഇതുപോലെ വായിച്ചുണ്ടാകും. ലഗ്നത്തിൽ ചന്ദ്രൻ വന്നാൽ മൂകനായും, എന്നുവെച്ചാൽ മടയനെ നടത്താം, വട്ടുപിടിച്ച അവസ്ഥ, ഉന്മാദം, ചടഞ്ഞിരിക്കുക, ഒന്നും ചെയ്യാതെ ഒരുമാതിരി ചടഞ്ഞിരിക്കുക, കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥ. കണ്ണ് കണ്ടുകൂടാന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ചക്കുറവെന്നുള്ള അർത്ഥമല്ല, ഒന്നും കണ്ടാലും കണ്ടില്ല എന്നുള്ള മട്ടിലിരിക്കുക. ചെവി കേട്ടുകൂടാത്ത അവസ്ഥ, കണ്ണ് കണ്ടുകൂടാ, ചെവി കേട്ടുകൂടാ, മൂടൻ, ചടഞ്ഞിരിക്കുക, വട്ടുപിടിച്ച അവസ്ഥ പ്രകടിപ്പിക്കുക, പിന്നെ അടുത്തുള്ളവരെ ദാസപ്പണി ചെയ്യുക. ഇത് ചന്ദ്രൻ പക്ഷബലമില്ലാതെ പാപബന്ധത്തോടു കൂടിയോ പക്ഷബലമില്ലാതെയോ ചന്ദ്രന്റെ ബലമില്ലാത്ത രാശികളിൽ നിന്നാൽ ഈ ഫലം പറയുന്നു. ചന്ദ്രന് പക്ഷബലമില്ലാതെയും പാപബന്ധത്തോടു കൂടിയും ചന്ദ്രന് ബലമില്ലാത്ത രാശികളിലും നിന്നാൽ ഇത് പറയണം. മേടത്തിലോ ഇടവത്തിലോ ചന്ദ്രൻ നിൽക്കുകയും അത് ലഗ്നമായി വരികയും ചെയ്താൽ നല്ല ധനമുണ്ടാകും. മേടം സ്വക്ഷേത്രം, ഇടവം ഉച്ചം, അതാണ് അതിന്റെ പ്രത്യേകത. ഇല്ല, മേടം കർക്കിടകം സ്വക്ഷേത്രം, ഇടവം ഉച്ചം. കർക്കിടകത്തിലോ ഇടവമോ ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ധനമുണ്ടാകും. മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ, മേടം ബന്ധുക്ഷേത്രമാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ സന്താന നേട്ടം പറയാം, അല്ലെങ്കിൽ ബഹുസുത സന്താന നേട്ടം പറയാം. മേടം ബന്ധുക്ഷേത്രമാണ്. മേടത്തിന് പറഞ്ഞതുപോലെ ധനുവിനും മീനത്തിനും പറയാം. ബാക്കിയുള്ളിടത്തൊക്കെ ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ, ചന്ദ്രൻ ബലവാനാണെങ്കിൽ നല്ല ഫലം പറയണം, ബലമില്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഫലം പറയണം. 2 ചന്ദ്രൻ വന്നാൽ വലിയ കുടുംബത്തിലെ അംഗമായിരിക്കും. 3 ചന്ദ്രൻ വന്നാൽ ഹിംസാത്മകമായ പ്രവർത്തികൾ ചെയ്യാൻ ഇടവരും. 4 പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം ഭാവത്തിന് പറഞ്ഞിട്ടുള്ള നല്ല ഫലങ്ങളെല്ലാം പറയണം. മാതൃസുഖം, മാതുലന സുഖം, മനസ്സിന് നല്ല സുഖം, സുഖലോലുപമായ ജീവിതം, വാഹനഭാഗ്യം, വീട്, സ്ഥാവര ജംഗമ സ്വത്തുക്കള്, പശു പോലുള്ള മൃഗാദികളെ കൊണ്ടുള്ള നേട്ടം, ഇതെല്ലാം വീടിന്റെ നേട്ടം, ഇതൊക്കെ പറയാം. 5 പറഞ്ഞു കഴിഞ്ഞാൽ 5-നെ കൊണ്ടുള്ള നല്ല ഫലങ്ങളൊക്കെ പറയാം. സന്താന നേട്ടം, മനസുഖം, മനസ്സ് 5 കൊണ്ടാണ്,
പിന്നെ അത് കഴിഞ്ഞ് മന്ത്രജപങ്ങൾ, കാര്യങ്ങൾ, ഇതെല്ലാം പറയാം. ഇതിൻ്റെയൊക്കെ നേട്ടം പറയാം. 6 നിന്ന് കഴിഞ്ഞാൽ വിശപ്പുള്ളവരായും അനേകം ശത്രുക്കളുള്ളവരായും സോഫ്റ്റ് ബോഡി അല്ലെങ്കിൽ മൃദുവായ ശരീരമുള്ളവരായും തീഷ്ണത ഉള്ളവരും അലസതയുള്ളവരും പിന്നെ വേറെ എന്തോന്ന് വേറെ ഇനി ഒരു കാര്യം കൂടണല്ലോ, വിശപ്പുള്ളവർ വിശപ്പുള്ളവരുമായിരിക്കും, നല്ല വിശപ്പുള്ളവരുമായിരിക്കും. സാറേ വിശപ്പുള്ളവനെന്നാണോ വിശപ്പില്ലാത്തവനെന്നാണോ? അറിയില്ല. ജഡരാഗ്നി വിശപ്പുള്ളവരായിരിക്കും. അഗ്നി ജഡരാഗ്നി എന്നാണ്. വിശപ്പ്, നല്ല വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കും. 7 നിന്നാൽ ഈർഷ്യ, തീവ്രമതവും അതെ, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ ഗർവ് പ്രകടിപ്പിക്കുക. 8 നിന്നാൽ ബഹുമതി കിട്ടുകയും ചെയ്യും. അതോടൊപ്പം അപവാദം കേൾക്കാനും മനസ്സിനും ശരീരത്തിനും അസുഖങ്ങൾ വരാനും ഇടവരും. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വിഷമതകൾ ഉണ്ടാവാനും അപവാദം കേൾക്കാനും ഇടവരും. അതോടൊപ്പം ബഹുമതിയും ഉണ്ടാകും. 9 നിന്നാൽ സൗഭാഗ്യവും ബന്ധുമിത്രാദികളിലുമുള്ള നേട്ടവും പറയാം. 10 നിന്നാൽ ധാരണാശക്തി ഉള്ളവനായും ധാർമ്മികത്വം ഉള്ളവനായും ധനമുള്ളവനായും ശൗര്യമുള്ളവനായും ഭവിക്കാം. ധാർമ്മികത്വം, ധനം, ശൗര്യം, ധാരണാശക്തി. 10 നിന്നാൽ എന്തോന്നു 9 നിന്നാൽ സൗഭാഗ്യവും ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള നേട്ടവും. 10 നിന്നാൽ ധാരണാശക്തിയും ധന, ശൗര്യം, ഇതൊക്കെ പറയാം. 11 നിന്നാൽ ലോക പ്രശസ്തിയും നല്ല ഗുണത്തിന് ഉടമയായിരിക്കും. 12 നിൽക്കുന്ന ദോഷമാണ്. നികൃഷ്ടനായും അംഗഹീനനായും ഭവിക്കും. ഇത്രയൊന്ന് എഴുതാം. എഴുതുമ്പോൾ ക്ലിയർ ആവും. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ നമ്മുടെ ചന്ദ്രന്റെ ബലം ആദ്യം ചിന്തിക്കേണ്ടത് പക്ഷബലം കൊണ്ടാണ്. പക്ഷബലം ഇല്ലാതെ ആയി കഴിഞ്ഞാലും ഈ ദുഷിച്ച ഫലം തന്നെ നമ്മൾ പറയേണ്ടി വരുമല്ലോ. ദുഷിച്ച ഫലം തന്നെ, പക്ഷബലമാണ് ഏറ്റവും പ്രധാനം. അതായത് ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുന്നുവെന്ന് കരുതുക, ഉച്ചമാണ്. അവിടെ തന്നെ അത് അമാവാസി തിരി എന്ന് കരുതുക. എങ്കിൽ എന്ത് പറയും? പക്ഷബലമില്ല. പക്ഷഫലമില്ല. നല്ല ഫലം ഒരിക്കലും ഉച്ചത്തിന്റെ ഒരു ഫലവും കിട്ടൂല. ചന്ദ്രന് പ്രധാനം പക്ഷഫലമാണ്. പക്ഷഫലത്തോടു കൂടി നിൽക്കുകയും അത് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ വരികയും ചെയ്യണം. അതേപോലെ ചന്ദ്രൻ നീചത്തിൽ വന്നു, വൃശ്ചികത്തില്, അത് പൗർണമിയായാലോ നീചത്തിന്റെ ശക്തി കുറയും. നീചത്തിന്റെ ശക്തി കുറയും, നല്ല ഫലം കിട്ടും. അത് അനുഭവമാണ്, നമുക്കൊക്കെ അനുഭവമാണ്. അത് ചന്ദ്രൻ നീചത്തിൽ വന്നിരുന്നാലും പക്ഷഫലം ഉണ്ടെങ്കിൽ അതിൻ്റെതായ വേട്ടം ഉണ്ടാവും. നീചത്തിന്റെ അടുത്ത ദോഷം വരില്ല. അതേസമയം ഉച്ചത്തിൽ നിന്നാലും പക്ഷഫലം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു നേട്ടവും വരില്ല. അതുകൊണ്ടാണ് ഈ മുഹൂർത്ത വിഷയമൊക്കെ എടുക്കുമ്പോൾ ചന്ദ്രന്റെ ബലം വളരെ നോക്കുന്നത്. ചന്ദ്രന്റെ ബലം വളരെ അത്യാവശ്യമാണ്. ഈ ചന്ദ്രൻ പക്ഷബലവും ഉച്ചനായി നിൽക്കുമ്പോൾ തന്നെ ഒരു പാപഗ്രഹം ദൃഷ്ടിയോ യോഗം വന്നാലോ അതിൻ്റെതായ കുറച്ച് ദോഷം ചെയ്യും, ഗുണം കുറയും. അതാണ് ജ്യോതിഷത്തിന്റെ കാതലായ ഭാഗം. അവിടെയൊക്കെ ജ്യോത്സ്യര് ചിന്തിച്ചെടുത്തോളണം. ചന്ദ്രന് ഉച്ചവും, അതായത് ചന്ദ്രന് ഉച്ചവും ബലവും ഉണ്ടെങ്കിൽ അതിന്റെ നേട്ടവും കിട്ടും. അതോടൊപ്പം പാപഗ്രഹത്തിനെ കൊണ്ടുള്ള ദോഷവും വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരാള് ചിങ്ങലഗ്നം. വേറെ ഒരു എക്സാമ്പിളാണ് ചിങ്ങലഗ്നം. ചിങ്ങലഗ്നത്തിന് വ്യാഴം ഏതൊക്കെ അധിപതിയാണ്? എത്രാം ഭാവപതിയാണ്? 5ഉം 8ഉം, ശരിയല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു ആകുമ്പോൾ 5, മകരം, കുംഭം, മീനം ആകുമ്പോൾ 8. അപ്പോൾ ഈ വ്യാഴം ഏതിൻ്റെയൊക്കെ ജോലി ചെയ്യും? എന്താണ്? 5ന്റെ ജോലിയും ചെയ്യും, 8ന്റെ ജോലിയും ചെയ്യും. 5 എന്ന് പറയുന്നത് നല്ല ഭാവമാണ്, ത്രികോണം, നല്ല ഭാവം. 8 എന്ന് പറയുന്നത് സർവനാശം. ഇതിന്റെ അപകാരം വന്നപ്പോൾ ഒരു വ്യക്തിക്കാണ് ഞാൻ നോക്കിയ ഒരു ജാതകം. ഇതിന്റെ അപകാരം, ഈ വ്യാഴത്തിന്റെ അപകാരം വന്നപ്പോൾ ആദ്യം ഇദ്ദേഹത്തിന് നിമോണിയ വന്ന് നന്നായി കഷ്ടപ്പെട്ടു. വ്യാഴത്തിന് നിമോണിയയുടെ കാരകത്വം ഉണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. നിമോണിയ വന്ന്
നന്നായിട്ട് കഷ്ടപ്പെട്ടു, നന്നായിട്ട് വിഷമിച്ച് ആണ് സുഖപ്പെട്ടത്. സുഖപ്പെട്ട് വീട്ടിൽ വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് സർക്കാർ ജോലിക്ക് ഓർഡർ വന്നു. സർക്കാർ ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടി. അപ്പോൾ ആദ്യം ആ 8ന്റെ ജോലി വ്യാഴം ചെയ്തു, നാശം. അടുത്ത 5ന്റെ ജോലി ചെയ്തു, നേട്ടം. പറഞ്ഞ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു, ഒരു കഥ പോലെ കേൾക്കുക. ഒരു ഗ്രഹത്തിന് 2 ബലം ഉണ്ടെങ്കിൽ, 2 ആധിപത്യം ഉണ്ടെങ്കിൽ 2 ജോലിയും അത് ചെയ്യും. അതുപോലെ ബലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ നേട്ടവും ചെയ്യും, അതോടൊപ്പം കുറെ ക്ലേശവും സഹിക്കേണ്ടി വരും. ക്ലേശം സഹിച്ച് ആ നേട്ടത്തിന് നേടിയെടുക്കേണ്ടി വരും. പാപഗ്രഹത്തിന്റെ ക്ലേശം സഹിച്ച് ഉച്ചത്തിന്റെ നേട്ടം നേടിയെടുക്കേണ്ടി വരും. എളുപ്പത്തിൽ നടക്കൂല. അതാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നതായ ഇടപാട്. ഇപ്പൊ മനസ്സിലായോ? ശരി, എഴുതിക്കൊണ്ടു. ഓരോ പാപത്തിലും ചന്ദ്രൻ നിന്നാലുള്ള ഫലം. സാറേ, നമ്മൾ ഈ രവി സൂര്യന്റെ ഇത് പറഞ്ഞപ്പോ നമ്മൾ ആ ഈ ഭാവഫലം നമ്മള് നോക്കിയിട്ടില്ല കേട്ടോ. സൂര്യന്റെ ഓരോ ഭാവത്തു നിന്നുള്ള ഫലം പറഞ്ഞല്ലോ. ഇങ്ങനെ ഓരോ ഭാവമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സാർ തോന്നുന്നത്. ഇല്ല സാറേ, പറഞ്ഞു രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു. സൂര്യന്റെ ഭാവഫലം പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഇല്ല, ആ ക്ലാസ് വിട്ടുപോയി. പിറ്റേ ദിവസം പറയാന്ന് പറഞ്ഞില്ല. എങ്കിൽ പറയാം, അടുത്ത ക്ലാസ്സിൽ അത് പറയേണ്ട അത്യാവശ്യമുണ്ട്. സൂര്യന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുധന്, ശനിക്ക്, ചൊവ്വയ്ക്കൊന്നും പറയണ്ട. എല്ലാം അത് ഒരേ ഫലമാണ്, അത് പറയണം. അത് നമ്മൾ ശ്ലോകം പഠിക്കണം. ശ്ലോകം കഴിയുന്ന ഇടത്ത് മാത്രം വായിച്ചു വെച്ചേക്കുക, ബാക്കിയുള്ളതൊക്കെ അങ്ങ് വിട്ടിരുന്നാൽ മതി. കഴിയുന്ന കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടാണ്. പോയിന്റ് മാത്രം പഠിച്ചു വെച്ചേക്കണം. ഓരോ പാപത്തിലും ചന്ദ്രൻ നിന്നാലുള്ള ഫലം. ഓരോ പാവത്തിലും ചന്ദ്രൻ നിന്നാലുള്ള ഫലം. ആദ്യം ലഗ്നം സൈഡിലിട്ടോണം. ഓര 18-ൽ 4-ഉം 5-ഉം. 18-ൽ 4,5. ഇത് റെഫർ ചെയ്തോളാം, നിങ്ങൾക്ക് റെഫർ ചെയ്തോളാം. ആദ്യം ലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ വരികയും ആ ചന്ദ്രന് പക്ഷബലം തീരെ ഇല്ലാതെയും അല്ലെങ്കിൽ പാപയോഗമോ ദൃഷ്ടിയോ വരികയും ചെയ്താൽ മടയനായും ഉന്മാദ അവസ്ഥയും ചടഞ്ഞിരിക്കുകയും ഒന്നും കാണാൻ കഴിയാത്തവനായും കേൾക്കാൻ കഴിയാത്തവനായും. അവിടെ കണ്ണല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നും കണ്ടാലും കാണാത്ത അവസ്ഥ, കേട്ടാലും കേൾക്കാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നും കാണാൻ കഴിയാത്തവനായും കേൾക്കാൻ കഴിയാത്തവനായും മറ്റുള്ളവരുടെ ദാസപ്പണി ചെയ്യുന്നവനായും ഭവിക്കും. അടുത്ത ലൈനില് മേടം
ഇടവമോ കർക്കടകമോ ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ധനവാനായിരിക്കും. ഇടവമോ കർക്കടകമോ ലഗ്നമായി അവിടെ ചന്ദ്രൻ വന്നാൽ ധനവാനായിരിക്കും. ഇവിടെയും ചന്ദ്രന് പക്ഷബലം വേണം. ഇവിടെയും ചന്ദ്രന് പക്ഷബലം വേണം. മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ പുത്രസമ്പത്തും പുത്രഭാഗ്യവും ഉണ്ടാകും. മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ പുത്രസമ്പത്തും പുത്രഭാഗ്യവും ഉണ്ടാകും. സ്വക്ഷേത്രം, ഉച്ചം, ബന്ധുക്ഷേത്രം 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സ്വക്ഷേത്രം, ഉച്ചം, പിന്നെ മേടം ബന്ധുക്ഷേത്രം, പിന്നെ മേടം ബന്ധുക്ഷേത്രം. ഈ 3 രാശികളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 രാശികളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. മേടത്തിൽ ചന്ദ്രൻ മേടത്തിന് പറഞ്ഞതുപോലുള്ള ഫലം, ചന്ദ്രന്റെ ബന്ധുക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിനും പറയാം. ചന്ദ്രന്റെ ബന്ധുക്ഷേത്രമായ മീനത്തിനും ധനുവിനും പറയാം. മീനത്തിനും ധനുവിനും പറയാം. ബാക്കിയുള്ള രാശി ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ, ബാക്കിയുള്ള രാശികൾ ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ചന്ദ്രന്റെ ബലം അനുസരിച്ച് ഫലം പറയണം. ചന്ദ്രന്റെ ബലം അനുസരിച്ച് ഫലം പറയണം. അടുത്ത 2, അടുത്ത ലൈനിൽ എഴുതണം. 2 എന്നിട്ട് എഴുതണം. 2-ൽ ചന്ദ്രൻ നിന്നാൽ വലിയ കുടുംബത്തിലെ അംഗമായിരിക്കും. 2-ൽ ചന്ദ്രൻ നിന്നാൽ വലിയ കുടുംബത്തിലെ അംഗമായിരിക്കും. അടുത്ത ലൈനിൽ 3-ൽ ചന്ദ്രൻ നിന്നാൽ ഹിംസാത്മകമായ പ്രവർത്തികൾ ഉണ്ടാകും. ഹിംസാത്മകമായ പ്രവർത്തികൾ ഉണ്ടാകും. ഹിംസാത്മകമായ പ്രവൃത്തികൾ ഉണ്ടാകും. അടുത്ത 4-ൽ ചന്ദ്രൻ നിന്നാൽ അടുത്ത ലൈനിൽ ചന്ദ്രൻ നിന്നാൽ 4-ാം ഭാവ സംബന്ധമായ നന്മകളെല്ലാം ലഭിക്കും. 4-ാം ഭാവ സംബന്ധമായ നന്മകളെല്ലാം ലഭിക്കും.
അതായത് മാതൃസുഖം, അമ്മാവന് നന്മ, അമ്മാവന് വെച്ചാൽ അമ്മയുടെ സഹോദരൻ, അമ്മാവന് നന്മ, സുഹൃത്ത് ബലം, സുഹൃത്ത് ബലം, വീട്, വാഹനം, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, വീട്, വാഹനം, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, പശു, എരുമ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്ന് നേട്ടം, പശു, എരുമ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്ന് നേട്ടം, ഇവയൊക്കെ പ്രതീക്ഷിക്കാം, ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഇവിടെയും ചന്ദ്രന് ബലം വേണം, ഇവിടെയും ചന്ദ്രന് ബലം വേണം. ഇവിടെയും ചന്ദ്രന് ബലം വേണം. അടുത്ത 5. 5-ൽ ചന്ദ്രൻ നിന്നാൽ അഞ്ചാം ഭാവ സംബന്ധമായ സന്താന നേട്ടം, അഞ്ചാം ഭാവ സംബന്ധമായ സന്താന നേട്ടം, മനസുഖം, മനസുഖം, മന്ത്രജപാദികൾ, മന്ത്രജപാദികൾ, പൂർവപുണ്യം, പൂർവപുണ്യമൊക്കെ 5 കൊണ്ട് പറയാം. ഇവയൊക്കെ പറയാം, ഇവയൊക്കെ പറയാം. അടുത്ത 6. 6-ൽ ചന്ദ്രൻ നിന്നാൽ അനേകം ശത്രുക്കളുള്ളവന്, അനേകം ശത്രുക്കളുള്ളവന്, നല്ല വിശപ്പുള്ളവന്, നല്ല വിശപ്പുള്ളവന്, മൃദുവായ ശരീരമുള്ളവനും, മൃദുവായ ശരീരമുള്ളവനും, തീക്ഷ്ണതയും അലസതയും ഉള്ളവനായും, ഭവിക്കും, ഭവിക്കും. 6-ൽ ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതല്ല, 6-ൽ ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതല്ല. അടുത്ത 7. 7-ൽ നിന്നാൽ ഗർവും പെട്ടെന്ന് ദേഷ്യം വരുന്നവനുമായിരിക്കും, ഗർവും പെട്ടെന്ന് ദേഷ്യം വരുന്നവനുമായിരിക്കും. അടുത്ത 8. 8-ൽ നിന്നാൽ
ബഹുമതി ലഭിക്കുകയും ബുദ്ധിമാനും ബഹുമതി ലഭിക്കുകയും ബുദ്ധിമാനും മനസ്സിനും ശരീരത്തിനും പീഡയും മനസ്സിനും ശരീരത്തിനും പീഡയും അപവാദം കേൾക്കാൻ ഇടവരുന്നവനും ആയിരിക്കും. അപവാദം കേൾക്കാൻ വരുന്നവനുമായിരിക്കും. അടുത്ത 9. 9 നിന്നാൽ എല്ലാ സൗഭാഗ്യവും സന്താന ഗുണവും ബന്ധുമിത്രാദികളിൽ നിന്ന് നേട്ടവും ധനവും ലഭിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും ബന്ധുമിത്ര ഗുണവും ധനവും ലഭിക്കും. അടുത്ത 10. 10 നിന്നാൽ ധാരണാശക്തിയും 10 നിന്നാൽ ധാരണാശക്തിയും ധാർമ്മികത്വവും ധനവും ബുദ്ധിയും ശൗര്യവും ഉണ്ടായിരിക്കും. ധാർമ്മികത്വം, ധനം, ബുദ്ധി, ശൗര്യം. ധാർമ്മികത്വം, ധനം, ബുദ്ധി, ശൗര്യം എന്നിവ ഉണ്ടായിരിക്കും. നിഷ്പത്യം സമവൈതി ധർമ്മ ധനതി ശൗര്യയുക്ത കർമ്മകേ. പതിനൊന്ന്. 11 നിന്നാൽ പ്രശസ്തിയുള്ളവനും നല്ല ഗുണങ്ങളോട് കൂടിയവനുമായിരിക്കും. പ്രശസ്തിയുള്ളവനും നല്ല ഗുണങ്ങളോട് കൂടിയവനുമായിരിക്കും. പന്ത്രണ്ട്. നികൃഷ്ടനും അംഗഹീനനുമായിരിക്കും. നികൃഷ്ടനും അംഗഹീനനുമായിരിക്കും. ഇനി നമ്മുടെ ഒരു സൈറ്റിലൊരു ഗ്രഹനിരയിട്ടൊക്കെ ഇല്ലേ, എല്ലാവരും നോക്കണം. സൈറ്റിലൊരു ഗ്രഹനിരയിട്ടയ്ക്കുന്ന എല്ലാവരും നോക്കണം. അതിൽ ചന്ദ്രൻ എത്രയിൽ നിൽക്കുന്നത്? 5. ആ ചന്ദ്രൻ നേട്ടം ചെയ്യുമോ എന്ന് നോക്കണം. 5-ാം ഭാവ സംബന്ധമായ നേട്ടം ചെയ്യുമെന്നാണ് പഠിച്ചത് നമ്മൾ. 5-ല് ചന്ദ്രൻ നിന്നാൽ 5-ാം ഭാവ സംബന്ധമായ സന്താനം, മനസുഖം, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, മന്ത്രജപാദികള്, ഇതൊക്കെ ഉണ്ടാകും എന്ന് പഠിച്ചു. പൂർവ്വപുണ്യം, ഇതൊക്കെ ഉണ്ടാവും എന്ന് പഠിച്ചു. ഇത് കറക്റ്റാ പറയാൻ പറ്റുമോ? കറക്റ്റായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ലഗ്നാധിപനാണ് ചന്ദ്രൻ നീചനല്ലേ, പിന്നെ പക്ഷബലം കുറവല്ലേ? പക്ഷബലം കുറവ് എങ്ങനെ മനസ്സിലാക്കി ഒന്ന് പറയണോ? ബാക്കിയുള്ളവരോട് കേൾക്കട്ടെ. സൂര്യനോട് അടുത്തെത്താറായില്ലേ?
അത് തന്നെ അത് അറിയണം. നമ്മൾ ഗ്രഹനില വച്ചിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. ഇപ്പൊ പറഞ്ഞതുപോലെ ചന്ദ്രൻ ചന്ദ്രൻ ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ് ആണ്. വളരെ ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരു 2.25 ദിവസം കഴിയുമ്പോൾ ഒരു രാശി. അപ്പോൾ ചന്ദ്രൻ സൂര്യന്റെ അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ കൃഷ്ണപക്ഷം എന്നർത്ഥം. കൃഷ്ണപക്ഷ ഒരു ദശമിയോ ഏകാദശിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃഷ്ണപക്ഷമാണ്, കറുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. ചന്ദ്രന് ബലമില്ലാതെ നീചവും കൂടിയായി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നേട്ടം ചെയ്യൂല. 5-ാം ഭാവ സംബന്ധമായ നേട്ടം ഇവിടെ പറയരുത്. സന്താന ദുരിതമേ ഉണ്ടാവൂ. കാരണം 5-ൽ നിൽക്കുന്ന ഗ്രഹം എന്നുള്ള നിലയ്ക്ക് ചന്ദ്രനെ കൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെയാണ് പറയാം. അതാണ് ബലം ഒരു പ്രധാന ഘടകമായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ 5-ല് ചന്ദ്രൻ നിന്നാൽ പഠിച്ചത് 5-ാം ഭാവ സംബന്ധമായ സന്താന നേട്ടം, മനസുഖം, പൂർവപുണ്യം, പിന്നെ വേറെ എന്ത് പഠിച്ചു? മന്ത്രജപാദികളെ കൊണ്ടുള്ള ഗുണങ്ങൾ. ഇതൊന്നും നമുക്കിവിടെ ധൈര്യമായിട്ട് പറയാൻ പറ്റൂല. ചന്ദ്രന് ബലമില്ല, പക്ഷബലമില്ല, വേറെ പാപയോഗ ദൃഷ്ടികളൊന്നുമില്ല. ഇങ്ങനെ പറയണം. ശരി, അടുത്തിനി ചന്ദ്രന്റെ രാശി, കർക്കടകൻ രാശിയെ കുറിച്ച് പഠിക്കണം. ചന്ദ്രൻ പഠിച്ചിട്ട് ഉടൻ കർക്കടകൻ രാശി പഠിച്ചാലേ ശരിയാവൂ. കർക്കടകൻ രാശിയുടെ കേസരി യോഗം സാർ എന്താ പറഞ്ഞില്ല, ചന്ദ്രനും ഗുരുവും ഇങ്ങനെ ഓപ്പോസിറ്റ് വരുമ്പോൾ അത് ഉണ്ടാവും സാറ്? ഇതില്ല. ചന്ദ്രന്റെ കേന്ദ്രത്തില് വ്യാഴം വന്നാലേ വരുള്ളൂ. ചന്ദ്രന്റെ കേന്ദ്രത്തിലില്ല. ചന്ദ്രന് വ്യാഴം നിൽക്കുന്ന സ്ഥലം വേണ്ടി നോക്കണം. വൃശ്ചികം, ധനു, ബോർഡിൽ നോക്കിയാൽ മതി. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം. ചന്ദ്രന് 6-ലാണ് ഗുരു നിൽക്കുന്നത്. അപ്പോൾ കേസരി യോഗം ഇല്ല. സാറേ, ഇവിടെ ഇപ്പോ ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പക്ഷബലം ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. കുറച്ച് പറയാം. നീചത്തിന്റെ കുറെ ദോഷം വരും, എന്നാലും വളരെ ദോഷപ്പെടുത്തി പറയണ്ട. ഇത് നല്ലതല്ല. ഇത് വേറെയും ദോഷമുണ്ട്. ചന്ദ്രന്റെ രാശിയിൽ നിൽക്കുന്ന ആൾ ആരെന്ന് നോക്കണം. ശനി. ആ ലഗ്നത്തില് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, സൂര്യന്റെ ദൃഷ്ടിയുണ്ട്. പാപനോട് ചേരുന്ന ബുധനും പാപനാണ്. ഒന്നും നല്ലതല്ല. ചൊവ്വയുടെ ദൃഷ്ടി ഉച്ചമായതുകൊണ്ട് കുഴപ്പമില്ല, രുചക യോഗമാണ്. സൂര്യന്റെ ദൃഷ്ടി കിടക്കുന്നു, ശനിയുടെ യോഗം കിടക്കുന്നു. എല്ലാ പാപന്മാരും അവിടെ ബന്ധപ്പെട്ടു. അപ്പോൾ പിന്നെ നല്ലത് ചെയ്യൂല. ഇങ്ങനെയാണ് ജാതകം നമ്മൾ കുറെ പഠിച്ചിട്ട് ജാതക ചിന്തയുണ്ട്, അതിലേ ഇതൊക്കെ വരുള്ളൂ. പാവചിന്തയിൽ വരും. പാവചിന്തയിൽ പറഞ്ഞുതരാം. അത് കുറെ ആദ്യം ഫണ്ടമെന്റൽ പഠിക്കണം. വളരെ ക്ഷമയോടുകൂടി ഇരുന്നാലേ പറ്റൂ. ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്ന് കുറെ ഫണ്ടമെന്റൽ പഠിച്ചിട്ട് സംശയങ്ങൾ വരും. അതെല്ലാം നമുക്ക് പാവചിന്തയിൽ പഠിക്കണം. ശരി, അടുത്തിന് കർക്കടകൻ രാശി. കർക്കടകൻ രാശി ചരരാശിയാണെന്ന് പറയും. അറിയാമല്ലോ ചരരാശി എന്ന് വെച്ചാൽ? അറിയാമല്ലോ. ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി കേട്ടിട്ടില്ലേ? ചരരാശി. ചരരാശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായിരിക്കും. ചരരാശി തന്നെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടേ ഇരിക്കുള്ളവർ. അത് അതിന്റെ പ്രത്യേകതയാണ്. ഈ ചുമ്മാ എപ്പോഴും സഞ്ചരിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അത് കോരയിലും പല സ്ഥലത്തും പറയുന്നുണ്ട്. 7-ാം ഭാവം ചരരാശിയായിരുന്നാൽ ഭർത്താവ് പ്രവാസിയായിരിക്കുന്നതാണ്, എന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കുന്നതാണ്. അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ചരരാശിയാണ്. ഇത് നല്ല ആക്റ്റീവായിരിക്കും, സഞ്ചാരശീലനായിരിക്കും. അതാണ് ചരരാശിയുടെ പ്രത്യേകത. ആക്റ്റീവായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയിരിക്കും? സഞ്ചാരശീലനായിരിക്കും, നല്ല ചുറുചുറുക്കോട് കൂടിയവനായിരിക്കും. ആക്റ്റീവ് എന്ന് വെച്ചാൽ ചുറുചുറുക്ക്. പിന്നെ ജലരാശിയാണ്. ജലരാശിയുടെ പ്രത്യേകത എന്താണ്? നമ്മളൊരു രാശി എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ. ജലരാശിയുടെ പ്രത്യേകത എന്താണ്? അമർച്ച ചെയ്യാൻ കഴിയൂല. നമ്മൾ വെള്ളത്തിന് അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞു നോക്കണം. ഒരു പാത്രത്തിൽ വെള്ളം കോരി വെച്ചിട്ട് കൈ കൊണ്ട് അമർത്തിയാൽ എന്ത് ചെയ്യും? നമ്മുടെ കൈയുടെ പുറത്ത് അത് കയറി നിൽക്കും.
പക്ഷെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ കൈയുടെ പുറത്ത് അത് കയറും, ഉണ്ടാതെ കയറത്തരും. ഇടത്തോട്ട് ഒതുക്കി കൊണ്ടുപോയാൽ വലത്തോട്ട് വരും, വലത്തോട്ട് കൈ കൊണ്ട് ഒതുക്കി കൊണ്ടുപോയാൽ ഇടത്തോട്ട് വരും. എന്ന് പറഞ്ഞാൽ ഇവരാരടുത്തും പിണങ്ങുന്ന ആൾക്കാരായിരിക്കില്ല, നയമായിട്ട് കാര്യം സാധിച്ചുകൊണ്ട് പോകും. കൊച്ചു കുട്ടികളെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കർക്കിടക ലഗ്നം, ഒത്ത കർക്കിടക ലഗ്നമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് കണ്ട് ഒരു കമ്പെടുത്ത് അടിക്കാൻ പിടിച്ചാൽ, അമ്മ അച്ഛ എന്നെ അടിക്കരുത്, ഞാൻ പാവമല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച് മയക്കി കമ്പിനെ പിടിച്ചു വാങ്ങിച്ച് ഒടിച്ചു ദൂരെ എറിയും. നമ്മളൊന്നും മിണ്ടാതെ നിൽക്കുകയേ ഉള്ളൂ. നമുക്കൊന്നും ഒന്നും പറയാൻ കഴിയില്ല, അത്ര നയമായിരിക്കും. പക്ഷെ അമർച്ച ചെയ്യാൻ കഴിയുമില്ല. അതാണ് ഈ ജലരാശിയുടെ പ്രത്യേകത. മീനൻ രാശി അങ്ങനെയാണ്. അതിൽ കർക്കിടകത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകൻ. വ്യാഴം ആത്മീയ ഗ്രഹം, അതിന്റെ ഉച്ചരാശിയാണ്. വ്യാഴത്തിന് ഉച്ചം, ചന്ദ്രന് സ്വക്ഷേത്രം, സൂര്യന് ബന്ധുക്ഷേത്രം. ഈ 3 ഗ്രഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, പറഞ്ഞു നോക്കണം. വ്യാഴത്തിന് ഉച്ചം, ചന്ദ്രന് സ്വക്ഷേത്രം, സൂര്യന് ബന്ധുക്ഷേത്രം. ഈ 3 ഗ്രഹത്തിനെ വിളിക്കാൻ കാര്യം എന്താണ്? 3 ഗ്രഹവും പരസ്പരം ബന്ധുക്കളാണ്. അതല്ല, 3 പേരും സാത്വിക ഗ്രഹങ്ങളാണ്. സാത്വിക ഗ്രഹങ്ങൾ. സാത്വിക ഗ്രഹങ്ങൾ തമോ ഗുണം, സാത്വിക ഗുണം, തമോ ഗുണം, രജോ ഗുണം. 3 ഗുണങ്ങൾ പറയുന്നതിൽ സാത്വിക ഗുണമുള്ള ഗ്രഹങ്ങൾ ചന്ദ്രനും സൂര്യനും വ്യാഴവും. ഒരാൾക്ക് ഉച്ചം, ഒരാൾക്ക് സ്വക്ഷേത്രം, ഒരാൾക്ക് ബന്ധുക്ഷേത്രം. ഇനി ചൊവ്വയ്ക്ക് ഇവിടെ നീചമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ചൊവ്വ എന്തിന്റെ സ്വഭാവമാണ്? ചൊവ്വ എന്തിന്റെ ഗുണം? തമോ ഗുണം. തമോ ഗുണപ്രധാനിയായ ഗ്രഹത്തിന് അവിടെ ഒരു ബലയും കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ബലമേ ഇല്ല. ബലമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ശ്രദ്ധിക്കണം. തമോ ഗുണത്തിന് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്നർത്ഥം. തമോ ഗുണപ്രധാനിയായ ചൊവ്വയ്ക്ക് ഇവിടെ സ്ഥാനമില്ല, എന്ന് പറയുകയാണ്. നീ ഇവിടെ നിൽക്കണ്ട, നിനക്കൂടെ നീചമാണ്, നിനക്കൂടെ ഒട്ടും ബലമില്ല. ഇവിടെ ബലം കൊടുക്കുന്നത് സാമഗുണത്തിന്റെ ഗുണത്തിന്റെ ഗ്രഹമായ വ്യാഴത്തിനാണ്. ചന്ദ്രന് ഇവിടെ സ്വക്ഷേത്രം, സൂര്യന് ബന്ധുക്ഷേത്രം എന്നാണ് പറയുന്നത്. ചൊവ്വയ്ക്ക് നീചം. ഇനി ഇവിടുത്തെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉണർത്തത്തിന്റെ ലാസ്റ്റ് പാദം പൂയം, ആയില്യം. ഉണർത്തത്തിന്റെ ലാസ്റ്റ് പാദം പൂയവും ആയില്യമാണ് നക്ഷത്രം. ഇനി കാലപുരുഷന്റെ എത്രാമത്തെ രാശി? 4ാമത്തെ. 4ാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം? ഹൃദയഭാഗം. ഹൃദയത്തിനെ ചിന്തിക്കുക. ശരീരത്തിന്റെ ഹൃദയഭാഗമാണ് ഏറ്റവും കൂടുതൽ ചന്ദ്രന് കൊടുത്തിരിക്കുന്നത്, ഹൃദയം. ഇനി എന്ത് വേണം? മാതൃസ്കാരകനായ ചന്ദ്രന്റെ സ്വക്ഷേത്രം സുഖഭാവമാണ്. 4 കൊണ്ട് സുഖഭാവത്തിനെ ചിന്തിക്കണം, സുഖത്തിനെ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. 4 കൊണ്ട് സുഖത്തിനെ ചിന്തിക്കണം. സുഖഭാവമാണ്. മാതൃകാരകനായ ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ്. ധാർമ്മികത്വത്തിന്റെ ഗ്രഹത്തിനെല്ലാം അവിടെ ബന്ധമുണ്ട്. സുഖഭാവമാണ്. പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ചന്ദ്രന് ശത്രുക്കളില്ലാത്ത ഗ്രഹത്തിന്റെ രാശിയാണ്. ചന്ദ്രന് ശത്രുക്കളേ ഇല്ല. ആ ശത്രുക്കളില്ലാത്ത രാശിയുടെ ഉടമസ്ഥനാണ് അവിടത്തിന്റെ ഉടമസ്ഥൻ. കർക്കിടകം പറയാണ്, എന്റെ ഉടമസ്ഥന് ശത്രുക്കളേ ഇല്ല. അപ്പോൾ എന്ത് നല്ല രാശി എന്ന് ആലോചിച്ച് നോക്കണം. കർക്കിടകൻ രാശിക്കാർ നല്ല സാധ്യ ഗുണമുള്ളവർ, നല്ല ആൾക്കാരാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം. ഇവിടെ അങ്ങനെ ആകുമോ? ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന പടത്തില് ഗ്രഹനിലയിൽ അങ്ങനെ വരുമോ? പക്ഷബലം ഇല്ലാത്തോണ്ടില്ല. പക്ഷബലമില്ല. ലഗ്നത്തിൽ നിൽക്കുന്ന ആരെന്ന് നോക്കണം. ശനി, ചൊവ്വയുടെ ദൃഷ്ടി, സൂര്യന്റെ ദൃഷ്ടി, ബുധൻ,
ബുധന് ബലമില്ല. ബുധന് പാവനോട് ചേർന്ന ബുധനും പാവനാകുന്നു. ബുധന് മൗഢ്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അതല്ലാതെ പ്ലസന്റാ നിൽക്കണം, നിന്നാലേ പറയാൻ പറ്റൂ. അപ്പോൾ ഇതെല്ലാം കർക്കടകൻ രാശിയുടെ പ്രത്യേകതയാണ്. ചരരാശിയാണ്. നല്ല ചുറുചുറുക്കും സഞ്ചാരശീലവും ഉള്ളവരായിരിക്കും. ജലരാശിയാണ്. അടിച്ചമർത്താൻ കഴിയാത്തവരും ആയിരിക്കും. പിന്നെ സ്ത്രീ രാശിയാണ്. സ്ത്രൈണ സ്വഭാവം പ്രകടിപ്പിക്കും. സ്ത്രീ രാശി, യുഗ്മരാശി, സ്ത്രൈണ സ്വഭാവം എന്ന് പറഞ്ഞാൽ കർക്കശ നിലപാടൊന്നും ഉണ്ടാവില്ല, ലൈറ്റ് ആയിരിക്കും. പിന്നെ ശത്രുക്കളില്ലാത്ത രാശിയാണ്. കാലപുരുഷന്റെ 4-ാം രാശി. ഇവിടുത്തെ അടയാളം ഞണ്ടാണ്. ഞണ്ടാണ് ഇവിടുത്തെ അടയാളം. കാലപുരുഷന്റെ 4-ാം രാശി സുഖ സ്വഭാവം എന്നറിയപ്പെടുന്നു. ശരീരത്തിന്റെ നെഞ്ചും ഹൃദയഭാഗത്തെ സൂചിപ്പിക്കുന്നു. വ്യാഴത്തിന് ഉച്ചം, ചന്ദ്രന് സ്വക്ഷേത്രം, സൂര്യന് ബന്ധുക്ഷേത്രം. സാധ്യ ഗ്രഹങ്ങൾക്കെല്ലാം സ്ഥാനമുള്ള രാശിയാണ്. തമോ ഗുണപ്രധാനിയായ ചൊവ്വയ്ക്ക് നീചം. പുണർത്തത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യമാണ് ഇവിടുത്തെ നക്ഷത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പറയാം. ഇപ്പൊ രാശിയെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ, ഇത്രയൊന്നും എഴുതിക്കൊള്ളാം, എഴുതിയിട്ട് അടുത്ത് എഴുതാം. കർക്കടകം, കർക്കടകം ചരരാശിയാണ്. ചുറുചുറുക്ക് ഉള്ളവരും സഞ്ചാരശീലമുള്ളവരുമായിരിക്കും. ചുറുചുറുക്കുള്ളവരും സഞ്ചാരശീലമുള്ളവരുമായിരിക്കും. ജലരാശിയാണ്. ജലരാശിയാണ്. അമർച്ച ചെയ്യാൻ കഴിയുകയില്ല. യാത്ര അമർച്ച ചെയ്യാൻ കഴിയുകയില്ല. കാലപുരുഷന്റെ 4-ാം രാശി. മാതൃകാരകനായ ചന്ദ്രന്റെ സ്വക്ഷേത്രം. മാതൃകാരകനായ ചന്ദ്രന്റെ സ്വക്ഷേത്രം. സാത്വിക ഗ്രഹങ്ങളായ വ്യാഴത്തിന് ഉച്ചം, സാത്വിക ഗ്രഹങ്ങളായ വ്യാഴത്തിന് ഉച്ചം, ചന്ദ്രന് സ്വക്ഷേത്രം, സൂര്യന് ബന്ധുക്ഷേത്രം. സാധ്യ ഗ്രഹങ്ങളായ വ്യാഴത്തിന് ഉച്ചം, ചന്ദ്രന് സ്വക്ഷേത്രം, സൂര്യൻ ബന്ധുക്ഷേത്രം. തമോ ഗുണപ്രധാനിയായ ചൊവ്വയ്ക്ക് ബലമില്ലാതെ നീചമാണ്. ബലമില്ലാതെ നീചമാണ്. ബലമില്ലാതെ നീചമാണ്. ശരീരത്തിലെ ഹൃദയഭാഗത്തെ സൂചിപ്പിക്കുന്നു.
ശരീരത്തിന്റെ ഹൃദയഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഞണ്ടാണ് ഇവിടുത്തെ അടയാളം. ഞണ്ടാണ് ഇവിടുത്തെ അടയാളം. ഉണർത്തത്തിന്റെ അവസാന പാദം പൂയമായില്യമാണ് നക്ഷത്രം. ഉണർത്തത്തിന്റെ അവസാന പാദം പൂയമായില്യമാണ് ഇവിടുത്തെ നക്ഷത്രം. ഇനി ഘോരാശാസ്ത്രത്തിന്റെ 16-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ പ്രമാണമാണ് കർക്കിടകൻ രാശിയെ കുറിച്ച് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ കുറച്ചേ ഉള്ളൂ, കർക്കിടകത്തിനെ കുറിച്ച് കുറച്ചേ പറയുന്നു, ഒരുപാടൊന്നുമില്ല. ആ വക്ര ധൃതക, ഒരു വശം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവരായിരിക്കും. ചെറിയ ഒരു ചരിവുണ്ടാവും. നമ്മൾ ഒത്ത കർക്കിടക ലഗ്നമാണെങ്കിൽ ചെറിയ ഒരു ചരിവുണ്ടാവും. ചരിഞ്ഞ് വേഗത്തിൽ നടക്കുക. ആ വക്ര എന്ന് വെച്ചാൽ വളഞ്ഞത്തൂടെ ചരിഞ്ഞെന്നർത്ഥം. ധൃതക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ നടക്കുക. ഒരു വശം ചരിഞ്ഞ്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ നടനുണ്ടല്ലോ മോഹൻലാൽ, ആ സൈസിൽ ചെറിയൊരു ചരിവ്, ആ സ്റ്റൈലിൽ പറയാൻ വേണം. ആ വക്ര ധൃതക, ഒരു വശം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവരായിരിക്കും. സമുന്നത കടിപ്രദേശം, കടി എന്ന് പറഞ്ഞാൽ എന്താണ്? കടിപ്രദേശം, അരക്കെട്ട് ഉയർന്നിരിക്കും. ആദ്യം എല്ലാ രാശിക്കും ആദ്യം ശരീരഭാഗത്തിനെ കുറിച്ച് വർണ്ണിക്കും. അരക്കെട്ട് ഉയർന്നിരിക്കും, ഉയർന്ന അരക്കെട്ട്. സ്ത്രീ നിർജിത, സ്ത്രീകളെ കുറിച്ച് ഒരു വാക്ക്, സ്ത്രീകൾക്ക് അടിമപ്പെടുന്നവനല്ല. ശ്രീജിത എന്ന് പറഞ്ഞാൽ അടിമപ്പെടുന്നവൻ, നിർജിത എന്ന് പറഞ്ഞാൽ അടിമപ്പെടുന്നവനല്ല. സ്ത്രീകൾക്ക് അടിമപ്പെടാത്തവനായിരിക്കും. സൽ സുഹൃത്ത്, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവും. സുഹൃത്ത് എന്ന് പറയേണ്ട കാര്യം ഇത് സുഖഭാവമാണ്, അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. സൽ സുഹൃത്ത്. ദൈവജ്ഞ, ഞാൻ കഴിഞ്ഞതിൽ ചന്ദ്രനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു. ദൈവജ്ഞ എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്? ഒരു വാക്ക് പഠിച്ചല്ലോ, ഒന്ന് പറഞ്ഞു നോക്കാം. തനു വൃത്തതനു ബഹുവാദ കഫ. അടുത്ത് തനു വൃത്തതനു ബഹുവാദ കഫ പ്രാജ്ഞ. പ്രാജ്ഞയ്ക്ക് ഞാൻ നന്നായിട്ട് പറഞ്ഞു തന്നു. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞാനി. ത്രികാലജ്ഞാനി എന്ന് പറഞ്ഞാൽ വർത്തമാനം, ഭൂതം, ഭാവിയെക്കുറിച്ച് നല്ല ധാരണാശക്തി ഉള്ളവൻ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളും പഴയ കഥകളും പഴയ സമയ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വയ്ക്കുന്ന സ്വഭാവം. ഇവിടെ അതിനെ മാറ്റിയിട്ട് അവിടെ എന്തോന്ന് പറഞ്ഞത്? തനു വൃത്തതനു ബഹുവാതക പ്രാജ്ഞ എന്ന് പറഞ്ഞു. ഇവിടെ അതിന് പകരം ദൈവജ്ഞ എന്ന് പറയണം. ദൈവജ്ഞൻ എന്ന് പറഞ്ഞാലും അർത്ഥം അത് തന്നെ. ദൈവജ്ഞ ജ്യോത്സ്യര ജോലി എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജാതകത്തിന് വെച്ചിട്ട് പഴയ കാലം പറയും. ഇന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായോ, കൊച്ചിലെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായോ, പഠിത്തമൊക്കെ എങ്ങനെ ഇരുന്നോ, അമ്മയ്ക്ക് നല്ല നേട്ടം ഉണ്ടായോ, അല്ലെങ്കിൽ കോട്ടം ഉണ്ടായോ, അച്ഛന് നോട്ടം ഉണ്ടായോ, ഇന്ന സമയത്ത് വാഹനാപകടം നടന്നോ, ഇങ്ങനെയൊക്കെ അസുഖം വന്നോ, ഇതെല്ലാം പറഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്തി വച്ചിട്ട് അടുത്ത പ്രസന്റിലേക്ക് വരും, എന്നിട്ട് ഫ്യൂച്ചറിലേക്ക് പോകും. ഇതാണ് ഒരു ജ്യോത്സ്യന്റെ സ്വഭാവം. ദൈവജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ അറിയുന്നവനെന്നർത്ഥം. കാലം നല്ല കാലവും കൊല്ലാത്ത കാലവും അറിയുന്നവൻ ദൈവജ്ഞൻ. ത്രികാലജ്ഞാനിയായിരിക്കും. അതിന്റെ കാരണം ഇത് തന്നെ, ഞാൻ ആദ്യം പറഞ്ഞതാണ് കാരണം. ത്രികാലജ്ഞാനിയാവേണ്ട കാരണം സാധ്യ ഗ്രഹങ്ങൾക്കെല്ലാം ഇവിടെ പ്രാധാന്യമുണ്ട്. സാധ്യ ഗ്രഹങ്ങളായ വ്യാഴത്തിന് ഉച്ചം,
ചന്ദ്രന് സ്വക്ഷേത്രം, സൂര്യന് ബന്ധുക്ഷേത്രം. അതാണ് അങ്ങനെ പറയാനുള്ള കാര്യം. ദൈവജ്ഞ ആവക്ര ദ്രുതക, ഒരു വശം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവരാണ്. സമുന്നത കടി, അരക്കെട്ട് ഉയർന്നിരിക്കും. സ്ത്രീ നിർജിത, സ്ത്രീകൾക്ക് അടിമപ്പെടുന്നവനല്ല. സൽസുഹൃത്ത്, നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാകും. ദൈവജ്ഞ പ്രചുരാലയ ക്ഷേതനൈ സംയുജ്യതേ ചന്ദ്രവൻ. ദൈവജ്ഞ ത്രികാലജ്ഞാനിയായിരിക്കും. വർത്തമാനം, ഭൂതം, ഭാവികളെ കുറിച്ച് നല്ല ധാരണ ഉള്ളവരും ദൈവജ്ഞന്മാരും ആയിരിക്കാം. എല്ലാവരും ദൈവജ്ഞനെന്ന് പറയാൻ പറ്റൂല. പ്രചുരാലയ, പ്രചുരാലയ എന്ന് പറഞ്ഞാൽ അനേകം ഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. അതിന്റെ കാര്യം എന്താണ്? അനേകം ഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന് കർക്കിടകത്തിന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അനേകം ഗ്രഹങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൽ തന്നെ മൾട്ടി സ്റ്റോറീഡ് ഉണ്ടായാലും മതി. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഉണ്ടായാലും മതി. അനേകം നിലകളുള്ള കെട്ടിടം ഉണ്ടാവുകയോ അനേകം കെട്ടിടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കടമുറികൾ പോലുള്ളത് ഉണ്ടായാലും വാടകയ്ക്ക് കൊടുക്കത്തക്ക കടമുറികളും കാര്യവും ഒരു വീടും ബാക്കി കുറച്ച് കടയും ഒക്കെ ഉണ്ടായിരുന്നാൽ മതി. അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ അനേകം വീടുണ്ടാകാം. അമ്മ വഴി ഒരു വീട്, അച്ഛൻ വഴി ഒരു വീട്, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെ പറയേണ്ട റീസൺ എന്താണ്? ആ ഗ്രഹനിലയിൽ എന്താണ്? വീടിനെ ചിന്തിക്കുന്ന എത്ര ഭാവമുണ്ട്? 4ഉം 11ഉം. വീടിന്റെ കാരക ഗ്രഹം ആരാണ്? ആഡംബര സാധനം, വീടിനൊക്കെ കാരക ഗ്രഹം ശുക്രൻ. ശുക്രൻ. അപ്പോൾ ശുക്രനെ കൊണ്ട് വീടിനെ ചിന്തിക്കാം, 4ഉം 11ഉം കൊണ്ട് വീടിനെ ചിന്തിക്കാം. ശുക്രൻ വീടിന്റെ ഭാവം 4ഉം 11ഉം. 4 ശുക്രൻ, വീടിന്റെ ഗ്രഹം ശുക്രൻ. ഇവിടെ 4ഉം 11ഉം ആരുടെ രാശി നോക്കണം? കർക്കിടകത്തിന്റെ 4ഉം 11ഉം ആരുടെ രാശി നോക്കണം? ശുക്രൻ. ശുക്രന്റെ രാശി. 4ഉം 11ഉം ഭാവമാണ് വീട്. വീടിന്റെ ഗ്രഹം ശുക്രൻ. ശുക്രൻ 4ന്റെ 11ന്റെ ആണ്. ഇനി 11ന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ആശാൻ ഉച്ചം വരുന്നത് എവിടെയാണ്? ഈ ചന്ദ്രൻ ഉച്ചം വരുന്നത് എവിടെയാണ്? ഇടവത്തിൽ. 11ല്. 11ല് ഉച്ചവും വരുന്നു. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. 11 എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന 11 ഉണ്ട്. അതാണ് ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ വർത്തമാനം, ഭൂതം, ഭാവി, അതിനൊക്കെ പ്രത്യേകത ഉണ്ട്. ഇത് ഇങ്ങനെയൊക്കെ അടുക്കിയാണ് വെച്ചിട്ടുള്ളത്. അനേകം ഗ്രഹങ്ങൾ എന്ന് പറയേണ്ട കാര്യം, ഗ്രഹത്തെ ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ട്. ഗ്രഹത്തിന്റെ ഭാവം 4ഉം 11ഉം. 4ഉം 11ഉം ശുക്രന്റെ രാശിയുണ്ട്. അത് തന്നെയാണ് കാര്യം. അപ്പോ പ്രചുരാലയ. ഇനി ക്ഷയധനൈ എന്ന് പറയുന്നത് ധനത്തിന് ക്ഷയം വരിക. ധനത്തിന് ക്ഷയം വരിക എന്ന് വെച്ചാൽ എന്താ? എന്തുകൊണ്ട് പറയുന്നത്? ധനം ക്ഷയം വരാൻ കാര്യമുണ്ട്? കർക്കിടകത്തിന് ധനം ക്ഷയം വരേണ്ട കാര്യമുണ്ട്? ക്ഷയം ശരരാശി. ശരരാശി മാത്രമല്ല, ചന്ദ്രൻ ഒരു സ്വഭാവമുള്ളത് അറിയാമല്ലോ. 15 ദിവസം നേരെ നിൽക്കും, 15 ദിവസം തലകുത്തരം. ധന വരികയും ചെയ്യും, പോവുകയും ചെയ്യും. ധനം ക്ഷയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത. ധനം അറിഞ്ഞ ആൾക്കാർക്ക് സഹായിക്കുന്ന സ്വഭാവമുള്ളവരുമായിരിക്കും. അങ്ങനെയും ധനത്തിന് ക്ഷയം വരാം. ധനക്ഷയം വരുന്നത് അടിച്ചു പൊടിച്ച് കളയുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ വരുന്നത്. ആചാര്യന്മാർ പറയുന്നത് എങ്ങനെയാണ്? ധനം മറ്റുള്ളവർക്ക് അറിഞ്ഞ് സഹായിക്കുക, അങ്ങനെ ധനക്ഷയം വരാം. ചന്ദ്രന്റെ സ്വഭാവം സൂര്യന്റെ അടുത്ത് പ്രകാശത്തിനെ വാങ്ങിച്ച് രാത്രി നമുക്ക് തരികയാണ്. ഒരാളിനെ വാങ്ങിച്ച് നമുക്ക് തരുന്നു. അതാണ് ചന്ദ്രന്റെ പ്രത്യേകത. പകല് സൂര്യനിന് പ്രകാശം സ്വീകരിച്ച് രാത്രി നമുക്ക് തരുന്നു. ധനം വരികയും ചെയ്യുന്നു, പോവുകയും ചെയ്യുന്നു. ക്ഷയധന എന്ന് പറയേണ്ട കാര്യം, ചന്ദ്രൻ 15 ദിവസം ശുക്ലപക്ഷം, വെളുത്ത പക്ഷവും 15 ദിവസം കറുത്ത പക്ഷം, വരവും പോകും. ക്ഷയധനൈ സംയോജിത ചന്ദ്രൻ. ഗ്രസ്വ പീനകള, തടിച്ച കഴുത്ത് ഗ്രസ്വ പീനകള.
ഗ്രസ്വമായിരിക്കും. ആള് വലിയ തടിയുള്ള ആൾക്കാരായിരിക്കില്ല, വലിയ പൊക്കമുള്ള ആൾക്കാർ. ഗ്രസ്വം. പീനകള. പീനകള എന്ന് പറഞ്ഞാൽ തടിച്ച കഴുത്തായിരിക്കും. ഇവരെ കഴുത്ത് കാണുമ്പോൾ അറിയാം. നമ്മളിപ്പോൾ ഒരു ജാതകം കൊണ്ടുവരുമ്പോൾ ചിലപ്പോഴും നമുക്ക് സംശയം വരും, കർക്കടകമാണോ മിഥുനമാണോ അല്ലെങ്കിൽ ചിങ്ങമാണോ. രാശി സന്ധിയിലൊക്കെ ഒന്ന് ജനിച്ചു കഴിഞ്ഞാൽ ആളിനെ നോക്കിയാൽ മതി. തടിച്ച കഴുത്ത്, ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർക്കടകമെന്ന് തീരുമാനിക്കാം. തടിച്ച കഴുത്ത് ഗ്രസ്വ പീനകള സമേതി ചവചം. ഗ്രസ്വ എന്ന് വെച്ചാൽ ഉയരം കുറഞ്ഞത്. പീനകള പീനകള തടിച്ച കഴുത്ത്, ഉയരം കുറഞ്ഞവരായിരിക്കും. പിന്നെ സാമ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, വ്യാഴം, ചന്ദ്രൻ, സൂര്യൻ. ഇവിടേക്ക് സാമം എന്തോന്ന് ഗുണമെന്ന് പഠിച്ചത് നമ്മള്? സാധ്യ ഗുണം. സാമം എന്ന് പറഞ്ഞാൽ സാധ്യ ഗുണമുള്ളവർക്ക്. സുഹൃത്ത്, നല്ല സുഹൃത്ത് ബന്ധമുള്ളവരൊക്കെ. സ്തോയോധ്യ നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഉദ്യാനം, പൂന്തോട്ടം, ഉദ്യാനത്തിലൊക്കെ കളിക്കാനും രസിക്കാനും താല്പര്യമുള്ളവരായിരിക്കും. അത് ജലരാശിയായിട്ടുണ്ടാകും. ഉദ്യാനം, പൂന്തോട്ടത്തിലൊക്കെ കളിക്കാൻ നല്ല താല്പര്യമുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കെ, നമ്മളെ പാർക്കിലും ജലാശയങ്ങളിലും ഒക്കെ കറങ്ങി നടക്കാനും വെള്ളത്തിൽ നീന്താനും ഒക്കെ നല്ല താല്പര്യമുള്ളവർ. സ്വവേഷ്മ സഹിതേ ജാത ശശാങ്കേതര തോയോദ്യന ഉദ്യാനം. സ്വവേഷ്മ സഹിത എന്ന് വെച്ചാൽ സ്വന്തമായിട്ട്, സ്വവേഷ്മ സഹിത പ്രിയ വാക്കും പറഞ്ഞ് സ്വാധീനിക്കാൻ കഴിയുന്നവർക്ക്. സ്വവേഷ്മ സഹിതേ സ്വന്തമായിട്ടുള്ള കെട്ടിടങ്ങളും കാര്യവും ഉള്ളവരായിരിക്കും. പിന്നെ നല്ല വാക്ക് പറഞ്ഞ് മാത്രമേ ഇവരെ സ്വാധീനിക്കാൻ കഴിയൂ. അങ്ങനെയുള്ള അതാണ് ആദ്യം പറഞ്ഞത്. ജലരാശിക്ക് അടിച്ചമർത്താൻ കഴിയില്ല, നല്ല വാക്കുകൊണ്ട് മാത്രമേ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള സ്വഭാവക്കാർ ഒന്നുകൂടി പറയാം. അതായത് കർക്കടകൻ രാശി എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ഓരാശാസ്ത്രത്തിന്റെ 16 4-ാമത്തെ പ്രമാണം. അതിൽ പറയുന്നത് ആവക്ര ധൃതക സമുന്നത കടി സ്ത്രീ നിർജിത സൽസുഹൃത്ത് ദൈവജ്ഞ പ്രചുരാലയ ക്ഷയധനൈ സംയൂജ്യതേ ചന്ദ്രവ ഗ്രസ്വ പീനകള സമേതി ചവശം സാമ്ന സുഹൃത് വത്സല സ്തോയോധ്യ നരത സ്വവേഷ്മ സഹിതേ ജാത ശശാങ്കേനര. ശശാങ്കന്റെ രാശിയിൽ ജനിച്ചവരെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കർക്കടകൻ രാശിയിൽ ജനിച്ചവര് ഒരു വശം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവരും, ഉയർന്ന അരക്കെട്ടുള്ളവരും, സ്ത്രീകളെ സ്വാധീനിക്കാൻ കഴിയാത്തവരും, നല്ല സുഹൃത്ത് ബന്ധമുള്ളവരും ആയിരിക്കും. വർത്തമാനം, ഭൂതം, ഭാവികളെ കുറിച്ച് നല്ല ധാരണ ഉള്ളവരും, പഴയ കാലങ്ങളെ ഓർമ്മിച്ചു വച്ചേക്കുന്നവരും, ദൈവജ്ഞനെ പോലുള്ള സ്വഭാവമുള്ളവരുമായിരിക്കും. അനേകം ഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഇടവരും. കാരണം ഗ്രഹത്തിന്റെ കാരകത്വം ശുക്രനാണ്. 4ഉം 11ഉം ഭാവം കൊണ്ട് വീടിനെ ചിന്തിക്കാം. 4ഉം 11ഉം ഭാവം ശുക്രന്റെ രാശിയുമാണ്. ധനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വഴി ധനക്ഷയം ഉണ്ടാകാൻ ഇടവരും. പിന്നെ ഉയരം കുറഞ്ഞവരും തടിച്ച കഴുത്തുള്ളവരുമായിരിക്കും. അവരുടെ വശം നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ എന്തു പറയാം, പ്രിയ വാക്ക് പറഞ്ഞ് മാത്രമേ സ്വാധീനിക്കാൻ കഴിയുള്ളവരായിരിക്കാം. നല്ല സുഹൃത്ത് ബന്ധമുള്ളവരായിരിക്കും. പിന്നെ ഉദ്യാനം, പൂന്തോട്ടം, ജലാശയങ്ങള്, ഉദ്യാനം, പൂന്തോട്ടത്തിലൊക്കെ രസിക്കാനും കളിക്കാനും ചുറ്റി നടക്കാനും താല്പര്യമുള്ളവരായിരിക്കും. അനേക ഗ്രഹങ്ങൾ ഉള്ളവരുമായിരിക്കും. എന്ന് എഴുതിക്കൊള്ളു. കർക്കടകൻ രാശിയിൽ ജനിച്ചവർ, ഒരു വശം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവരായിരിക്കും.
അരക്കെട്ട് ഉയർന്നവരും സ്ത്രീകളാൽ സ്വാധീനിക്കാൻ കഴിയാത്തവരും നല്ല സുഹൃത്ത് ബന്ധമുള്ളവരും ആയിരിക്കും. ദൈവജ്ഞന്മാരായോ അല്ലെങ്കിൽ ഭൂതകാലത്തെ സംഭവങ്ങളെ ഓർമ്മിച്ചു വച്ചിരിക്കുന്നവരും ഭൂതകാല സംഭവത്തെ ഓർമ്മിച്ചു വച്ചിരിക്കുന്നവരും വർത്തമാനം ഭാവിയെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരും ആയിരിക്കാൻ ഇടവരും. അനേകം ഗ്രഹങ്ങൾക്ക് ഉടമസ്ഥരായിരിക്കും. അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൽ തന്നെ അനേകം നിലകളുള്ള ഒരു കെട്ടിടമോ കടമുറികളോ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങളുടെയോ ഉടമസ്ഥരായിരിക്കും. വീടിന്റെ കാരകത്വം ശുക്രനാണ്. വീടിന്റെ പാപം 4 ഉം 11 ആണ്. കർക്കടകം രാശിക്ക് 4 ഉം 11 ശുക്രന്റെ രാശിയാണ്. അനേകം വീടിന് കാരണം ഇതായിരിക്കാം. ധനത്തിന് ക്ഷയമുണ്ടാകാൻ ഇടവരും. മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത്.
മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത്. ഉയരം കുറഞ്ഞവരും തടിച്ച കഴുത്തുള്ളവരും സാത്വിക ഗുണമുള്ളവരും നല്ല സുഹൃത്ത് ബന്ധമുള്ളവരും സുഹൃത്തുക്കളോട് സ്നേഹമുള്ളവരും നല്ല വാക്കുകൾ കൊണ്ട് മാത്രം സ്വാധീനിക്കാൻ കഴിയുന്നവരുമായിരിക്കും. പൂന്തോട്ടം, ജലാശയങ്ങൾ, പാർക്ക്, ബീച്ച്, എന്നിവിടങ്ങളിൽ രസിക്കാൻ താല്പര്യമുള്ളവരാണ്. ഈ പഠിച്ചതിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂര്യന്റെ ഭാവബലം പഠിച്ചിട്ട് ചൊവ്വയെ കുറിച്ച് പഠിക്കാം. സൂര്യന്റെ ഭാവബലം ആദ്യം ഓർമ്മപ്പെടുത്തണം. സൂര്യന്റെ ഭാവബലം ആദ്യം പഠിച്ചിട്ട് ചൊവ്വയെ കുറിച്ച് പഠിക്കാം. ഞാൻ സൂര്യൻ പഠിച്ചു എന്നാണ് കണക്കാക്കിയത്. സാറ് നേരത്തെ പറഞ്ഞതിലേ തടിച്ച കഴുത്തുള്ളവരും പിന്നെ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞില്ലേ, അരക്കെട്ടിന്റെ എന്തോ, എങ്ങനെ അരക്കെട്ട് ഉയർന്നു അങ്ങനെ എന്തോ പറഞ്ഞില്ലേ, അത് നമ്മൾ ഉയരം കുറഞ്ഞവരായിരിക്കും. ഗ്രസ്വ എന്ന് പറയുന്നുണ്ട്. ഉയരം കുറഞ്ഞവരായിരിക്കും. അത് മറ്റ് ഗ്രഹങ്ങളുടെ സോഴ്സ് ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റൂല. ഇപ്പോ കർക്കിടക ലഗ്നം ഒരാള്, എൻ്റെ ഒരു ബന്ധു, എൻ്റെ എനിക്ക് വേണ്ടതൊക്കെ ഒരാള് കർക്കിടക ലഗ്നത്തിൽ വ്യാഴം 2003 ഡാറ്റ പുറത്താണ്. 2003 ഫെബ്രുവരി. 7 ബുധനും ശുക്രനും ചന്ദ്രനും. ഒന്ന് വരച്ചിട്ട് നോക്കണം. ഒരു രാശിചക്രം വരയ്ക്കണം. പെട്ടെന്ന് സൈഡിൽ വരയ്ക്കണം. സൈഡിൽ പെൻസിൽ എപ്പോഴും കയ്യിലിട്ടേക്കണം. കർക്കടക ലഗ്നത്തിൽ ഗുരു, മകരത്തില് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ. ഇത് കർക്കടകത്തിന്റെ സ്വഭാവം പൂർണ്ണമായിട്ട് കർക്കടകത്തിന്റെ സ്വഭാവം മാത്രമെന്ന് പറയാൻ പറ്റുമോ? ഹലോ, ആരും ശ്രദ്ധിക്കുന്നില്ലേ? കർക്കിടകം ഗുരു ഉച്ചത്തിലുള്ള ഗുരു ഉച്ചത്തിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിന്റെ സ്വഭാവം, നമ്മൾ വ്യാഴം പഠിച്ചില്ല. വ്യാഴത്തിന് തനു,
വ്യാഴത്തിന് ബൃഹത്തനു എന്നാണ്, തടിച്ച ശരീരം എന്നാണ്. അതും പോയിട്ട് വ്യാഴം പൂർണ്ണ ബലവാനാണ്. പൂർണ്ണ ബലവാനാണ്. ഗുരുവിന്റെ സ്ഥിതി, ചന്ദ്രന്റെ ദൃഷ്ടി, ബുധന്റെ, ശുക്രന്റെ ഒക്കെ ദൃഷ്ടി കിടക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ സോഴ്സുകൾ വരുമ്പോൾ ഇതിന് മാറ്റം വരും. നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ പൊതുവായ സ്വഭാവമാണ് പഠിക്കുന്നത്. ഒരു ഗ്രഹത്തിനെയും എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒന്നും കണക്കാക്കാതെ, ഇപ്പൊ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചോളണം, ഒരു ഗ്രഹവും എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൂടാ. രാശിയുടെ സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ രാശിയിൽ വേറെ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മാറ്റം വരും. അതാണ് ജ്യോതിഷത്തിന് വരുന്ന ഒരു തകരാറ്. അതാണ് നമ്മൾ ഫലം പറയുമ്പോൾ അങ്ങനെ പറയുന്നില്ലേ ഇങ്ങനെ പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ മാറ്റം വരും. അടുത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് വീട്ടിൽ വെച്ചൊന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഓരയും കൂടി കയ്യിൽ വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. വേറെ പറയാനൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് മതി. അടുത്ത ക്ലാസ്സിൽ സൂര്യനെ കുറിച്ച് പഠിച്ചിട്ട് ചൊവ്വയെ പഠിക്കാം. ഓക്കെ, ശരി, നമസ്തേ സർ. താങ്ക് യു. താങ്ക് യു സാർ.